നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. വെള്ളിത്തിരയിലെ മനോഹര ദൃശ്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ നോക്കിക്കണ്ടവരാണ് മലയാളികൾ. യുക്തിബോധമാണ് എല്ലാ ഘട്ടത്തിലും ചലച്ചിത്രരംഗത്ത് നമ്മെ നയിച്ചത്. പക്ഷേ ഈ അഭ്രപാളികൾക്കു പിന്നിൽ മലയാളി ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുവെന്ന് പല ഘട്ടങ്ങളിലായി തെളിഞ്ഞതാണ്. ഇപ്പോഴതിൻ്റെ മറ്റൊരു മുഖം കൂടി പുറത്തേക്ക് വരികയാണ്. ശ്വേത മേനോനെതിരെ ഒരു പരാതി വന്നിരിക്കുന്നു. ഹൈക്കോടതി പക്ഷേ ഈ കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അമ്മയിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാകും എന്ന പ്രതീക്ഷ ശക്തമാകുന്ന ഘട്ടത്തിലാണ് ശ്വേതയ്ക്കെതിരെ ഇത്തരം ഒരു പരാതി വരുന്നത് എന്നതുകൂടി ശ്രദ്ധേയം. ഈ ഘട്ടത്തിൽ ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ശ്വേതയ്ക്കെതിരെ നടന്ന ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആര്? എന്താണ് അതിൻ്റെ ആസൂത്രണം? അങ്ങനെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ശ്വേത മേനോൻ സത്യത്തിൽ ഒരു കേസ് അർഹിക്കുന്നുണ്ടോ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ സന്തോഷാണ്, കാസർഗോഡ് നിന്ന് വിളിക്കുന്നത്. സന്തോഷ്, ശ്വേത മേനോനെതിരായ കേസിൻ്റെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേസിനെപ്പറ്റി കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നില്ല എന്ന് കോടതി പറയുകയാണ്. വളരെ ആകസ്മികമായി ഇങ്ങനെയൊരു കേസ് വരികയാണ്. ഇത് ഈ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ അമ്മയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നൊരു വിവാദമാണ് എന്ന് കരുതേണ്ടതുണ്ടോ? അതോ ഇത് മൊത്തത്തിൽ സ്ത്രീകൾ ഇങ്ങനെ പൊതുരംഗത്തേക്ക് വരുന്നതിനെ എതിർക്കുന്നതാണോ? എന്താണ് ഈ ഒരു കേസ് കാണുമ്പോൾ സന്തോഷം തോന്നുന്നത്? എനിക്ക് തോന്നുന്നു, കാരണം ഈ സിനിമകളൊക്കെ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. അതിൽ അഭിനയിച്ച എത്രയോ നടന്മാർ, മമ്മൂട്ടിയടക്കം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പാലേരി മണിക്കത്തിലൊക്കെ. എന്നിട്ട് അവർക്ക് പോലും വേറെ കേസ് കൊടുക്കാതെ ശ്വേത മേനോൻ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്വേത മേനോൻ ചിലപ്പോൾ ജയിച്ചു വന്നേക്കാം, അമ്മയുടെ പ്രസിഡന്റ് ആയേക്കാം എന്നൊരു തോന്നൽ വന്നപ്പോൾ ഒരു പവർ ഗ്രൂപ്പ് എന്നൊരു ഇതുണ്ട്. അതിന്റെ ആ ഇത് പോവും എന്നുള്ള ഒരു ഇത് വന്നു. പിന്നെ നമുക്ക് അറിയാം, സർക്കാരിന്റെ അടുത്തേക്ക് പോകുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ ഇപ്പൊ എവിടെയാണ്? അത് തന്നെ തേഞ്ഞു മാഞ്ഞു പോയി. അല്ല, പക്ഷെ അത് സജി ചെറിയൻ പറയുന്ന റിപ്പോർട്ടിന്റെ തെളിവാണ് ഇപ്പോൾ സിനിമ കോൺക്ലേവ് നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിന് അങ്ങനെ പറയാന്നല്ലാണ്ട് ആർക്കെങ്കിലും ഒന്ന് നടപടി എടുക്കുകയോ പുറത്തുകൂടിയോ ചെയ്തിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഏതെങ്കിലും നടന്മാരുടെ ഏതെങ്കിലും ഒരു പേര് വന്നിട്ടുണ്ടോ? എത്ര റിപ്പോർട്ടുകൾ അവർ മുക്കി പുറത്തു വിടാൻ പറഞ്ഞിട്ട് അത് പുറത്തു വിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ലല്ലോ. റിപ്പോർട്ട് ഇനിയും കിട്ടാനില്ലേ? അപ്പം ഹലോ, ചില ഭാഗങ്ങൾ ഇനിയും കിട്ടാൻ, ആ ചില ഭാഗങ്ങളിലായിരിക്കുമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം ഉള്ളത്. അതുകൊണ്ടാണല്ലോ അത് മുക്കി വെക്കുന്നത്. അല്ല, പക്ഷെ അത് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞതല്ലേ, അത് അവരോട് പുറത്തു വിടരുത് എന്ന് പറഞ്ഞ് ചില ആളുകൾ വളരെ സദുദ്ദേശപരമായി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അത് അങ്ങനെ പബ്ലിക് ആകരുത് എന്ന്. പക്ഷെ അങ്ങനെ പബ്ലിക് ആയില്ലെങ്കിൽ പിന്നെ എന്തിനു പറഞ്ഞു എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. പിന്നെ എന്തിനാണ് സാർ ഒരു കമ്മീഷൻ വെച്ച് വെറുതെ പൈസ കൊടുത്തേക്കുന്നത്? ചെലവ് പിന്നെ എന്തിനാണ് ആക്കിക്കുന്നത് കമ്മീഷൻ വെച്ചിട്ട്? ഇത് പുറത്ത് ഉള്ളിലുള്ള കള്ളങ്ങളെ പുറത്തു കൊണ്ടുപോകുക എന്നുള്ളതല്ലേ വേണ്ടത്, അല്ലേ? നമ്മൾ ഇവരെല്ലാം താരങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് കൈയടിച്ച് ഈ ടാക്കീസിൽ പോയി സിനിമയും കണ്ടിരുന്നിട്ട് ഇവരെ വലിയ താരങ്ങളായിട്ടുള്ള സ്വീകരിക്കുന്ന എല്ലാവരും നടീനടന്മാരെ. എന്നിട്ട് ഈ പടങ്ങൾ കണ്ട ഇതേ ആൾക്കാർ തന്നെ ആയിരിക്കും ഈ കേസ് കൊടുക്കുന്നത്, ഇതൊക്കുന്നതും. അന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചില്ലേ, അല്ലേ? ഇപ്പൊ ഇത് വെച്ചാല് ഇവിടെ ശ്വേത മേനോൻ ഒരു വനിത ഉണ്ടായി വരുമ്പോൾ ഇവർക്കുള്ള ഒരു ശ്വേത മേനോൻ പ്രത്യേകിച്ച് കുറച്ചൊരു പവർ കൂടുതലുള്ള സ്ത്രീയും കൂടെയാണ്, കുറച്ച് തന്റെ ഇടം ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ആ ഇതിൽ വരുമ്പോഴത്തേക്ക് ഇവർക്ക് അതിന്റെ മേൽക്കോയ്മ നഷ്ടപ്പെടും, പവർ ഗ്രൂപ്പ് എന്ന ആ സ്ഥാനം മാറിപ്പോകും. അതുകൊണ്ടൊക്കെയുള്ള ബാബുരാജൊക്കെ കണ്ടില്ലേ, ഇവരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ട് അവർ മത്സരിക്കാൻ നിന്ന് കണ്ടില്ലേ? ഇത് അങ്ങനെയാണെങ്കിൽ ശ്വേത മേനോൻ സ്ഥാനാർത്ഥി സ്ഥാനം കൊടുക്കുന്നതിന് മുമ്പേ എന്തുകൊണ്ട് ഇതിന് ഒരു കേസിന്റെ കാര്യമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല? അതെ, അത് നടപടികൾ വരുന്നു. ഏതായാലും അങ്ങ് പറഞ്ഞ കാര്യം വ്യക്തമാണ്. ഓക്കെ, എനിക്ക് എന്നോടൊപ്പം അനഘ ചേർന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അനഘ, ഗുഡ് ഈവനിങ്. ഞാൻ അനഘയൊക്കെ വിളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പുതിയ തലമുറയിലെ യുവതികൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ ചോയ്സ് ഓഫ് യുവർ അഡ്രസ്സിങ് ദിസ് ഓർഗനൈസേഷൻ മിസ് മനു? ഈസ് ഇറ്റ് അമ്മ ഓർ അമ്മ? അല്ല, നമുക്കതിൽ അവരെ ഇപ്പം എന്നെ എന്ത് വിളിക്കുന്നു എന്നതാണല്ലോ മറ്റുള്ളവർ എന്നെ എന്ത് വിളിക്കുന്നത്. അപ്പോൾ അവരമ്മ എന്നാണ് വിളിക്കുന്നത്.
അത് അമ്മയാകണം എന്ന് നമുക്കൊക്കെ ആഗ്രഹിക്കാനേ കഴിയൂ, ആഗ്രഹിക്കുന്നു, അങ്ങനെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളതിനെ നെഗറ്റീവായി കാണേണ്ട കാര്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. ഓക്കെ, തങ്കച്ചൻ എന്നോടൊപ്പം ചേരുന്നത് കോട്ടയത്ത് നിന്നാണ്. ശ്രീ തങ്കച്ചൻ, നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് സാറേ പറയാനുള്ള സേതാമനന്റെ കാര്യങ്ങളിൽ കുറെയൊക്കെ കാര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാല് സേതാമനന്റെ നമ്മുടെ റഹ്മാനുമായിട്ടുള്ളൊരു കാഴ്ച അല്ല, ഒരു സിനിമയിലെ റഹ്മാനുള്ള താല്പര്യമൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കരമായിട്ടൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ ഏപ്പടം പോലെ ആയിപ്പോയി ആ രംഗമൊക്കെ. അല്ല, അതിനൊക്കെ ഈ നാട്ടിലൊരു സെൻസർ ബോർഡൊക്കെ ഇല്ലേ? അവരതൊക്കെ ചെയ്തിട്ടല്ലേ ഈ സാധനം പുറത്തു വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതിൽ കയറി ഇതിൽ അശ്ലീലതയുണ്ട്, അതിൽ അശ്ലീലതയില്ല എന്നൊക്കെ പറഞ്ഞ് കേസുമായി പോകുന്നതിൽ കാര്യമുണ്ട്. എനിക്കറിയില്ല, എന്തായാലും അങ്ങയുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം കാരണം അത് ശരിയായ സേതാമേനോനെതിരെ കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് അല്ലേ? പിന്നെ അപ്പൊ അതില് അവര് ചോദിക്കുന്ന ഇതിൽ ചില പുരുഷന്മാർക്കെതിരെയും കേസ് എടുക്കണ്ടേ? അപ്പൊ തീർച്ചയായിട്ടും എടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. പുരുഷന്മാരെ മാറ്റി നിർത്തരുത്, എല്ലാരും എടുക്കണം. അപ്പൊ അങ്ങ് പറയുന്നത് സിനിമയിൽ അശ്ലീല ചിത്രങ്ങളുണ്ട്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നല്ലേ? അപ്പൊ നമ്മുടെ ഈ സെൻസർ ബോർഡ് ഇത് ശ്രദ്ധിക്കണ്ടേ? സിനിമ കാണുന്നതാണ്. പിന്നെ സേതാമനൻ നമുക്കറിയാലോ, പീതാംബരം ഗ്രൂപ്പിനെ കയ്യൊക്കെ പിടിക്കുന്നു ഒക്കെ പറഞ്ഞ് അത് ഓരോരുത്തരുടെ കാര്യം അവരുടെ വേദനയുണ്ട്, മറ്റൊരാളുടെ കാര്യം വരുമ്പോൾ അവർക്ക് സന്തോഷം. ഇത്തരം കാര്യം നമുക്കറിയാമല്ലോ, ആ വിഷയമൊക്കെ അറിയാമല്ലോ, ഭയങ്കര വിവാദമായ വിഷയമല്ലേ കൊല്ലം ഒമ്പിയായിരുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കമാൻഡർ മാത്യു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. കമാൻഡർ മാത്യു നമ്മളെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇറ്റ് വിൽ ബി ഗുഡ് ടു ഹിയർ ഫ്രം യു. അപ്പോൾ എന്നോടൊപ്പം പിന്നെ പാർത്ഥസാരഥി ചേരുന്നുണ്ട് ഹരിപ്പാട് നിന്ന്. ശ്രീ പാർത്ഥസാരഥി, നമസ്കാരം. നമസ്കാരം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാലേ, ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒരു ആൺ മേൽക്കോയ്മ നിലനിൽക്കുന്ന സ്ഥാപനമായിരുന്നേ. അപ്പൊ ഈ ആൺമേൽക്കോയ്മ ഒരു ഉടച്ചുവാർക്കലിനുള്ള ശ്രമം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. അതുകൾ സ്ത്രീകൾക്ക് മുൻഗണനയിലേക്ക് വരാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ സേതാമേനോൻ ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഒരു വ്യക്തി വൈരാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അത് എതിർക്കാൻ വേണ്ടി വരുന്ന നിയമ നടപടികളാണെന്നാണ് താങ്കൾ സംശയിക്കുന്നത് അല്ലേ? അതെ, അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരുടെ പേരൊരു കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ സേതാമേനെതിരെ കേസ് വന്നിരിക്കുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. എപ്പോഴും ഇവിടെ ഈ മേൽക്കോയ്മ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്. അവിടെ സ്ത്രീകൾക്ക് കടന്നു വരാനോ അവരുടെ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനോ അവിടെ അഭിപ്രായം പറയാതെ യാതൊരു സ്വാതന്ത്ര്യവും നൽകാത്ത ഒരു ഇടമാണ് ഈ സിനിമാ മേഖല. അതിനൊരു വ്യത്യസ്തമായ രേഖയിലേക്ക് വന്നപ്പോൾ അതിനെ തച്ചുടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സംരംഭമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് വളരെ സത്യമാണ്, 100% ശരിയാണ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് ഷിജു കിരിയത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷിജു കിരിയത്ത് പറയുന്നത്, നൗ വി റിയലൈസ് ദ വാല്യൂ ഓഫ് ഇന്നസെൻറ്റ്, പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ എക്സെട്ര. അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അമ്മയിൽ ഉള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ നേതൃരംഗത്തുണ്ടായിരുന്നപ്പോൾ അമ്മയുണ്ടായിരുന്ന സ്വഭാവം ഇപ്പോൾ മാറുന്നു എന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഷിജുവിനുള്ളത്. അപ്പോൾ ഏതായാലും അവരൊക്കെ പ്രമുഖ നടന്മാരായിരുന്നു, അപ്പം അവർക്ക് വലിയ അംഗീകാരമുണ്ടായിരുന്നു, അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു എന്നൊക്കെയുള്ള ഒരു ശ്രുതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കാണ് ഷിജു നൽകുന്നത്. ഓക്കെ, ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഡേവിഡ് വിജയ്, ഇവിടെ പള്ളുരുത്തിയിലാണോ ജാംനഗറിലാണോ എവിടെയാണ്? പള്ളുരുത്തിയിലുണ്ട്. ഈ സിനിമാ രംഗത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ സ്ക്രീനിന് അകത്തുമൊക്കെ പുറത്ത് നടക്കുന്ന എല്ലാം നമുക്ക് പലതരത്തിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു, വേദനിപ്പിക്കുന്നു. വിനായകൻ്റെ ഒരു പോസ്റ്റ് കണ്ടില്ലേ? കേരളവും ഈ രാജ്യമൊക്കെ ആദരിക്കുന്ന ഒരു വലിയ നടനാണ്, പ്രതികരിക്കുന്ന രീതി കണ്ടില്ലേ? അല്ല, അത് എന്തായാലും ഈ സിനിമാരംഗം, ഞാൻ കുറച്ചു ദിവസം മുമ്പ് താങ്കളോട് തന്നെയാണെന്ന് തോന്നുന്നു, ഈ സിനിമാരംഗത്ത് അതോ വേറൊരു ചാനലിലോ ഞാൻ പറഞ്ഞിരുന്നു, ഏതാണ്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജയരാജിന്റെ ഒക്കെ ഒരു ചിത്രം കണ്ടിട്ട് മരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അത് സ്റ്റാൻഡേർഡുള്ള ചിത്രം. ഒന്നാമത് മലയാള സിനിമാ വേദി തന്നെ വീണ് കിടക്കുന്നു, ഇനി അതിനെ ചവിട്ടരുതെന്ന് ഞാൻ അന്ന് ഏതൊരു ആർക്കോ കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അത് മലയാള സിനിമാ രംഗത്ത് അതിന് സ്ത്രീകൾക്കെതിരെ ഏത് രംഗത്തും ചൂഷണം ഉണ്ട്, സംശയമില്ല. പണ്ട് വിജയശ്രീ ഒക്കെ മരിച്ചതിനെ കുറിച്ച് ഞങ്ങളൊക്കെ അന്ന് പഠിക്കുന്ന കാലമാണ്, ഭയങ്കര ഗോസിപ്പുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഒരു മർഡർ ആണെന്നൊക്കെ പറഞ്ഞു. ഇന്ന് അത് കഴിഞ്ഞ് തിയേറ്ററുകൾ പോലും ഇല്ലാതാവുമ്പോൾ ഞാനിവിടെ എറണാകുളത്ത് കൂടി നടക്കുമ്പോൾ എനിക്ക് കഷ്ടം തോന്നും. കാരണം എന്തെങ്കിലും കാണണമെങ്കിൽ വീടിനകത്തോ അല്ലെങ്കിൽ മേലെ സ്റ്റെപ്പിൽ കയറി പോയിട്ടൊരു എന്താണ് ഈ കുറെ ചെറിയ തിയേറ്ററുകളിൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ കേരള സ്റ്റോറി കാണാൻ പോയിട്ട് പറ്റാത്തത്. അതുകൊണ്ട് ഈ സിനിമാ രംഗത്ത് അവര് ഈ അസോസിയേഷൻ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ച കുറച്ചുകൂടി ബെറ്റർ ആവും, എല്ലാം ശരിയാവും എന്നുള്ള. പക്ഷെ സിറ്റുവേഷൻ ഒന്നും കൂടി മോശമായിട്ട് വരികയാണ്.
ഒരിക്കൽ കമൽ എന്ന് പറഞ്ഞിട്ടൊരു സംവിധായകൻ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. കോടമ്പാക്കത്ത് ഞാൻ അവിടെ താമസിച്ചിരുന്നു മദ്രാസിലുള്ള കാലത്ത്. അവിടെ മുതുകുളം എന്ന് പറയുന്ന ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതിയിട്ട് അദ്ദേഹത്തിനൊരു വാർദ്ധക്യം എന്തോ ഒരു അവശകലാകാരന്മാർക്കുള്ള പെൻഷനൊറ്റ ഡെയിലി വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയ്ക്കില്ല. ഇന്ന് ഈ ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ അത് വരുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ വിചാരിച്ചു ഇതൊക്കെ നല്ല കാലമായിരിക്കും, സിനിമയ്ക്ക് ഇനിയൊരു നല്ല കാലം ഉണ്ടാവുന്നു. പക്ഷെ കേൾക്കുന്നത് മുഴുവൻ ഇങ്ങനത്തെ ന്യൂസുകളാണ്. എനിക്കാണെങ്കിൽ പിന്നെ ഈ വീടിനകത്ത് ഇരുന്നുകൊണ്ട് കാണുന്ന പരിപാടി എനിക്ക് പിടിക്കില്ല. നമ്മൾ പോകുന്ന തന്നെ ഒരു തിയേറ്ററിൽ വിശാലമായിട്ട് ഇരുന്ന് കാണാനും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും അതിനെപ്പറ്റി ചിന്തിക്കാനും ഒക്കെയാണല്ലോ. അതൊരു സോഷ്യൽ സിനിമ തിയേറ്ററിൽ പോകുന്ന സിനിമ കാണുക മാത്രമല്ല, അതൊരു സോഷ്യൽ ഗാദറിംഗ് ആണ്. അത് ഒരു കൂട്ടായിരുന്നു കാണുമ്പോൾ ഉണ്ടാകുന്ന. ഇനിയിപ്പോ ജയരാജിന്റെ ഒരു ചിത്രം മറ്റേ ദേശാടനോ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം കണ്ടിട്ട് മരിക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നല് എനിക്കില്ല. ഏതായാലും ജയരാജേട്ടൻ ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ പെട്ടെന്നൊരു സിനിമ എടുത്ത് പ്രേക്ഷകർക്ക് മുന്നിൽ വരണമെന്ന ആസ്വാദകർ ആഗ്രഹിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഏതായാലും ഞാൻ പറയുകയും ചെയ്യാം കാണുമ്പോൾ. ഓക്കെ, വളരെ നന്ദി. പ്രമോദ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പ്രമോദ്, ഈ പ്രമോദ് സിനിമയൊക്കെ ധാരാളം കാണുന്ന ആളുകളാണ്. എന്താണ് ഈ സിനിമാ രംഗത്തിന് പുറത്ത് ഇത്രമാത്രം പ്രശ്നങ്ങൾ? ഇത് ഒരു കലാരംഗത്തിന് ചേർന്നതാണ്. മറ്റ് പല കലാരംഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കഥകളിയുണ്ട്, മറ്റ് നൃത്ത രൂപങ്ങളുണ്ട്, മോഹിനിയാട്ടം. അത് ഏറ്റവും കൂടുതൽ ജനകീയമായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മീഡിയ എന്നുള്ള രീതിയിലും പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളിപ്പോ തിയേറ്ററിലായാലും അല്ലെങ്കിൽ ടി വിയിലായാലും എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ്. പിന്നെ അതിനപ്പുറത്ത് നമ്മളിപ്പോ താരങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, നടന്മാർ എന്നുള്ളതിന്റെ അപ്പുറത്ത് നമ്മൾ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ താരങ്ങൾ എന്നതിലേക്ക് ആയി. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ താരപരിവേഷമൊക്കെ വന്നോട് കൂടിയിട്ടാണ് വല്ലാതെ അങ്ങോട്ട് മോശമായതല്ലേ. ഇതിന്റെ പുറത്ത് വല്ലാതെ പണം കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഇത് പണം കൈകാര്യം ചെയ്യുന്നതിൽ ചില ക്രമക്കേടുകൾ നടത്തുന്നവർക്കൊക്കെ ഒളിക്കാൻ പറ്റിയൊരു താവളമാണെന്നായി പ്രശസ്തി വന്നു. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പഴയ കുറച്ചും കൂടി മുന്നത്തെ ഒരു കാലഘട്ടം നോക്കണെങ്കിൽ ഒരു മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നഷ്ടപ്പെടുകയും പിന്നെ പരസ്പരം കുതികാൽ വീട്ടുകയും അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ രംഗത്തും സ്ത്രീകളുടെ മുന്നേറ്റമാണ്. അപ്പൊ അവര് നേതൃസ്ഥാനത്തിനെയാണ് പേടിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇത് തോന്നുന്നുണ്ട്. ഇപ്പോ നേരത്തെ തോമസ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഒരു സ്ഥാനാർത്ഥിക്ക് പർദ്ദയിട്ടല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതെ, അതായത് വല്ലാതെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന, കേരളത്തിലാണോ നടക്കുന്നതെന്ന് സംശയിപ്പിക്കുന്ന തരം അല്ലേ കാര്യങ്ങൾ. അതെ, അതായത് സധൈര്യം അവരുടെ നിലപാടുകൾ വിളിച്ചു ആളുകളെ ഒതുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സൈലന്റ് ആയിട്ട് അവരനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇവരൊരിക്കലും അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് പെരുമാറില്ല എന്ന് തോന്നുന്നു. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സിദ്ദിഖ് തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിദ്ദിഖ്, നമ്മുടെ ഇപ്പോൾ ഈ സിനിമാ രംഗത്തെ നമുക്ക് വലിയ താരങ്ങളുണ്ട്. ഇവരൊക്കെ യഥാർത്ഥ ജീവിതത്തിലും ഇതുപോലെ മനോഹരമായ റോളുകൾ അഭിനയിക്കുക അല്ലെങ്കിൽ ജീവിക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയോ? ഇപ്പോൾ ഈ വിനായകൻ്റെ ചില പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം വന്നല്ലോ. ഇപ്പം ഞാൻ അത് നോക്കിയപ്പോൾ അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇവിടുത്തെ ന്യൂസ് 18 മാധ്യമപ്രവർത്തകയെ ഒന്ന് പരിഹസിക്കാൻ പറ്റുന്ന തരത്തിൽ അയാൾ പോസ്റ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം യേശുദാസിനെതിരെ പിന്നെ ഉപയോഗിക്കുന്ന ഭാഷ വിമർശിക്കാം അടൂർ ഗോപാലകൃഷ്ണൻ, പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷ തരംതാണ ഭാഷ. ആളുകളെ എടുത്തിട്ട് തനിക്ക് എന്തും ചെയ്യാം, ഇവിടെ തന്നെ ആരും ചോദ്യം ചെയ്യില്ല എന്ന ഉറച്ച വിശ്വാസം. ഇങ്ങനെയൊക്കെയുള്ളൊരു ധാർഷ്ട്യം ഈ രംഗത്തിന് കിട്ടുന്നത് എവിടെ നിന്നാണ്? അത് ഓരോ ആളുകളുടെ സംസ്കാരമാണ്. ആ സംസ്കാരം അവരുടെ മനസ്സിലെ അഴുക്കുകളാണ് പുറത്തു വരുന്നത്. അല്ല, പക്ഷെ അങ്ങനെ അഴുക്ക് പുറത്തു വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ ഈ സമൂഹത്തിന് ഒരു സംവിധാനം വേണ്ടേ? ഇവിടുത്തെ ഈ ഭരണകൂടം ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഇയാളെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ ഈ നാട്ടിന് കഴിയില്ലേ? ഇവിടുത്തെ ഒരു പോലീസ് സംവിധാനത്തിന് കഴിയില്ലേ? ആ സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ ശ്വേതാ മേനോന്റെ പ്രശ്നം ആണ് ചർച്ച തോന്നുന്നു അല്ലേ? അതെ, അതിലിപ്പോ അവരുടെ തൊഴിലാണ്. അവർക്ക് ഇഷ്ടമുള്ള മാതിരി അഭിനയിക്കാം, ഇഷ്ടമുള്ളവർക്ക് അത് കാണാൻ പോയിട്ട്. പക്ഷെ ഒരു വലിയ മനുഷ്യനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച അവര് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന്റെ ഒരു തരം താഴ്ന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്.
അതായത് ഇതിൽ നിന്നൊരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, ഒരു മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവരെ തൊഴിൽ അവരെന്തോ എടുത്തോട്ടെ, അത് ഇഷ്ടമുള്ളവർ പോയി കണ്ടോട്ടെ, അതിനെ നമ്മൾ കുറ്റം പറയണ്ട. അവരുടെ ജീവിതം അതിനാണല്ലോ ഇവിടെ സെൻസർ ബോർഡ് ഉണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, നോക്കാൻ ആളുണ്ട്. അതിനെ നമ്മൾ വിമർശിക്കണം. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇതിന്റെ നേതൃസ്ഥാനത്ത് വരിക, അതിലേ നമുക്ക് വിമർശനമുള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് ഷിജു പറയുന്നത് ജയരാജിൻ്റെ പടം തയ്യാറാകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ജയരാജ് മൂവി മെഹ്ഫിൽ ഇസ് ഓൺ ദ വേ ഫോർ റിലീസ് വിച്ച് പോർട്രേസ് ദ റിയൽ സ്റ്റോറി ഓഫ് മുല്ലശ്ശേരി രാജഗോപാൽ. മുല്ലശ്ശേരി രാജഗോപാൽ നമുക്കറിയില്ല, ദേവാസുരം കഥയിലെ മനുഷ്യൻ. ഓക്കെ, അപ്പോൾ അതിൽ മുകേഷ് ഉണ്ട്, ഉണ്ണി മുകുന്ദൻ, ആശ ശരത്ത് ഒക്കെ സ്റ്റാർ ചെയ്യുന്നൊരു മൂവിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡേവിഡ് വിജയ്ക്ക് ഒരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ ഇത് മെഹ്ഫിൽ എന്ന സിനിമ വൈകാതെ വരുന്നു. സുനിമോൾ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് നേടുന്നവർ ജയിക്കട്ടെ, സിനിമാ മേഖല ആകെ ഇല്ലാതായിരിക്കുകയാണ്, നേരെയാകട്ടെ എന്ന ഒരു പ്രത്യാശയാണ് അവരും പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, രഘുനന്ദനൻ കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രഘുനന്ദനൻ, താങ്കൾ കുറേ കാലമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്, പക്ഷേ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്നുണ്ട്, ഇത് കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, നമസ്കാരം. യെസ്, അപ്പോൾ ഇന്ന് ഒരു പ്രധാന വിഷയമായ താങ്കൾക്ക് ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് തോന്നിയത് കൊണ്ടാണ് വിളിച്ചതെന്ന് ഞാൻ കരുതുന്നത്, അല്ലേ? സാധാരണ യൂട്യൂബിൽ എനിക്കൊരു കമന്റ് ഇല്ല, വിളിച്ചാൽ കിട്ടാൻ പാടാണ്, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്നിപ്പം വിളിച്ചു നോക്കിയപ്പോഴ് കിട്ടി, കുഴപ്പമില്ല, പെട്ടെന്ന് കിട്ടി, അതുകൊണ്ടാണ് സംസാരിച്ച് നോക്കിയത്. അപ്പം എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല. ഈ പരാതി കൊടുത്ത ആളുടെ പേരിൽ വേറെ എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ കാണാം. അപ്പൊ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ ആരുടെങ്കിലും പേരിൽ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് കാര്യം. ഇവര് സിനിമയിൽ അഭിനയിച്ചത് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ലല്ലോ. ഇതേപോലെയുള്ള സിനിമ അഭിനയിക്കുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. അതിന് ഇങ്ങനെയുള്ള പരാതികൾ കൊടുത്തിട്ട് ഒന്നാം തീയതി ഇലക്ഷൻ നടക്കുന്നു, ഇതൊക്കെ കൊണ്ട് കാണിക്കുന്ന ഒരു ചുമ്മാ പ്രാകൃതമായ ഒരു രീതിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഇതൊന്നും വലിയ വിലക്കെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ അക്വേറിയസ് പറയുന്ന ആണുങ്ങൾ ആണെങ്കിൽ വ്യാജ പീഡനാരോപണം കൊണ്ടുവരും, അതുപോലെ പെണ്ണുങ്ങളായതുകൊണ്ട് തൽക്കാലം പീഡനാരോപണം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ വ്യാജ പീഡനാരോപണത്തിന് കൈയടിക്കുന്നവർക്ക് ഇങ്ങനെയും ചിലത് പ്രതീക്ഷിക്കാം എന്ന ഒരു പരിഹാസവും അക്വേറിയസ് ഉന്നയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അനഘ പറയുന്ന ഈ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് വർഷം കുറേ ആയില്ലേ സാർ, സോ അറ്റ് പ്രസൻറ്റ് വൈ ദേ ആർ പ്ലേയിങ് വിത്ത് ദിസ് സെൻസിറ്റീവ് ഇഷ്യൂ എന്ന് എന്നോട് ചോദിക്കുകയാണ്. അതാണ്, അപ്പോൾ ഇതിൽ എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് പലരും വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ നിയമ സംവിധാനത്തെയൊക്കെ പെട്ടെന്ന് ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ റഷീദ് എന്നോടൊപ്പം ചേരുന്നത് കൊയിലാണ്ടിയിൽ നിന്നാണ്. ശ്രീ റഷീദ്, അങ്ങ് ഒരു സിനിമാ പ്രേമിയാണ്, എനിക്കതറിയാം. ഡിറ്റക്റ്റീവ് സിനിമകളാണ് ഇഷ്ടം എന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ സിനിമകൾ ധാരാളം കണ്ട മനുഷ്യർ നമ്മൾ സിനിമയെ അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടുന്നു, അതിൽ നായകന്മാരെ ഇഷ്ടപ്പെടുന്നു, അവരുടെ അഭിനയം, നായികമാരുടെ അഭിനയം ഇഷ്ടപ്പെടുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ പുറത്ത് നടക്കുന്ന ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മളെ പൂർണ്ണമായി നിരാശപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ ആളുകൾ ഇത് ഇപ്പോൾ ഒരു അമ്മയ്ക്കൊരു വനിതാ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്നറിയുമ്പോഴേക്കും തന്നെ ഈ അസഹിഷ്ണുത ഇങ്ങനെ വരുന്നു. വേറെ ചില അവിടെ ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ, ഇതൊക്കെ എങ്ങനെയാണ് ശ്രീ റഷീദ് കൊയിലാണ്ടി കാണുന്നത്? ഇപ്പോൾ ഈ വിനായകൻ്റെ കാര്യത്തിലും ഈ വിഷയത്തിലുമൊക്കെ. സിനിമാ മേഖലയിലെ കലാകാരന്മാരുടെ സംഘടനയായ അമ്മ, നമുക്കറിയാലോ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ തലപ്പത്ത് വലിയ ഒരു പോപ്പുലറൊന്നും അല്ലാത്ത ശ്വേത മേനോൻ പ്രസിഡന്റായി വരുന്നു എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചാനലിലൊക്കെ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്നതും പറയുന്നതും ഒക്കെ തന്നെ. അപ്പോ അതിനെ തടയിടാൻ വേണ്ടി ബാലിശമായ പണ്ടെങ്ങോ നടന്ന ചില സംഗതികൾ ഒക്കെ പൊടിതട്ടിയെടുത്ത് ഒരു കേസാക്കി കൊണ്ടുവന്നത് ഹൈക്കോടതി അത് റദ്ദ് ചെയ്തിരിക്കുകയാണ്. അപ്പോ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഗൂഢാലോചനയുണ്ട്, ഏതെല്ലോ കൂതികളുടെ ശ്രമമുണ്ട് ഇതിന്റെ പിന്നിൽ. അവരെ ഇതിന്റെ അമ്മയുടെ പ്രസിഡന്റ് ആക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നാടകം എന്ന് തന്നെ ഇതിനെ പറയാം. വിനായകന്റെ കാര്യം പറയാതിരിക്കലല്ലേ നല്ലത്. അയാൾ ഒരു കലാകാരനാണ്, വലിയ കലാകാരനാണെന്ന് നമ്മളൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ചെയ്തികളൊക്കെ എന്താണ്? ഇത്തരം ചെയ്തികൾ വലിയ യേശുദാസിനെ പോലെ, അതുഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകളെ ഇത്രമാത്രം മോശക്കാരായി ചിത്രീകരിക്കും. ഇയാൾ ആര്? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, എല്ലാവരും ചാനലിൽ കാണിച്ചതാണല്ലോ അദ്ദേഹത്തിന്റെ ആ പോസ്റ്റുകളൊക്കെ. ഇന്ന് അദ്ദേഹം ഞങ്ങളെ ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തക അപർണ കുറുപ്പിന്റെ പടം എടുത്തിട്ട് അതിലൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ അതിലെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാക്കുന്ന തരത്തിൽ ഒക്കെ വളരെ ഒരു
വ്യംഗ്യമായി അർത്ഥത്തോടു കൂടി പരിഹസിക്കുക. അപ്പോൾ ഈ തരത്തിൽ ഉള്ളൊരു പ്രതികരണം ഇത് ആരും തന്നെ ചോദ്യം ചെയ്യില്ല. തനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഈ നാട്ടിൽ എന്തും നടക്കും. പണം ഉണ്ടെങ്കിൽ എന്തും നടക്കും, അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടെങ്കിൽ എന്തും നടക്കും. വയറ്റിലുള്ളപ്പോൾ എന്തും ചെയ്യാമെന്നും ലഹരി ഇല്ലാതായി കഴിഞ്ഞാൽ ആ പോസ്റ്റ് പിൻവലിച്ചതായിട്ടാണ് ഇപ്പം കേൾക്കുന്നത്. ലഹരി ഇത് അപ്പൊ ഇതിനൊക്കെ ഈ ഇങ്ങനെയുള്ള വലിയ വീരശൂര പരാക്രമികൾക്കൊന്ന് എണീറ്റ് നിൽക്കണമെങ്കിൽ ഈ ബോധം പോണം. സത്യസന്ധമായ ബോധാവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവസ്ഥയിലുള്ള ഈ വിക്രസ് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ബോധ്യമുള്ള ഒരു കാര്യത്തിൽ ധീരതയോടെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല, അല്ലേ? അതെ അതെ, ആ രീതിയിലാണ് ഇപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം ചെയ്യുന്ന അനീതിക്ക് എന്താണ് കൂട്ടുനിൽക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. ഭരണാധികാരികളും നിയമപാലകരും എന്തിനാണ് കൂട്ടുനിൽക്കുന്നത്? ഇത്തരം ചെയ്തികൾ ചെയ്താൽ അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കുകയും അതിന് വേണ്ടുന്ന ശിക്ഷയും ചെയ്താൽ ഈ രീതിയിൽ പിന്നെ തുടരില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അവരൊന്നും ഈ കാര്യത്തിൽ വേണ്ടുന്ന നടപടി സ്വീകരിക്കാത്തതെന്നാണ് മനസ്സിലാവാത്തത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൃഷ്ണൻകുട്ടി എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അതിന് മുന്നേ ഒരു സെക്കൻഡ് ശ്രീ കൃഷ്ണൻകുട്ടി, സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. സതി ബാബുരാജിനും ഭർത്താവിനും എൻ്റെ നമസ്കാരം. വിനായകൻ സ്റ്റാൻഡേർഡ് ഇസ് വെരി വൾഗർ ആൻഡ് ബിലോ ആവറേജ്. മനു ഹിയർ ഐ എം ബിസി ഇൻ ഗണേഷ് ഉത്സവ് ആൻഡ് രാമായൺ മാസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ കുറച്ച് തിരക്കുകളിലൊക്കെയാണ്. ഗണേഷ് ഉത്സവമൊക്കെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സതി ബാബുരാജ്. ഓക്കെ, നൈസ് ടു ഹിയർ ഫ്രം യു. അപ്പോൾ അവിടെ നല്ല രീതിയിൽ അതൊക്കെ സംഘടിപ്പിച്ച് ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ ബ്ലൈറ്റി ഡേയ്സ് ലണ്ടനിൽ നിന്ന് പിന്നെ നമുക്ക് ഒരു ഇത് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൈറ്റി അവിടെ ലണ്ടനിൽ നിന്ന് വേറെയും ചില സുഹൃത്തുക്കൾ എനിക്ക് കുറച്ച് ദൃശ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അത് കാണിക്കാം. ബ്ലൈറ്റിക്കും കുറച്ച് ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് അയക്കാവുന്നതാണ്. ബ്ലൈറ്റി ഡേയ്സ് എന്നോട് പറയുന്നത്, ഹലോ മനു, AMMAയിലെ പവർ ഗ്രൂപ്പ് ആരെയും വളരാൻ അനുവദിക്കില്ല. ശ്വേതയെക്കുറിച്ചുള്ള പരാതി നിലനിൽക്കില്ല. ഒറ്റ നോട്ടത്തിൽ അറിയാം. പോലീസ് കേസ് എടുത്തതിലാണ് അത്ഭുതം. പോലീസിന് കേസ് എടുക്കാതിരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവർ പറയുന്നുണ്ട് അത് CJM കോടതി അവരെ ഇവിടെ ആവശ്യപ്പെട്ടു എന്നതുകൊണ്ടാണ്. ഓക്കെ, ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ കലാകാരന്മാരെയെല്ലാം ഒരു വലിയ അളവ് വരെ ഈ ഇടത് കേന്ദ്രങ്ങൾ നല്ലോണം പിന്തുണയ്ക്കുന്നുണ്ട്. പലപ്പോഴും അവർ ഈ വിക്രസൊക്കെ ഒപ്പിക്കുമ്പോൾ ഇതിൻ്റെ പിന്തുണ ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്നു എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടോ? നമസ്കാരം. ഇവിടെ കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും ഏത് പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഞാൻ മൊത്തത്തിൽ സിനിമയിലെ വിഷയങ്ങൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ സിനിമയിൽ ഒരു അമ്മയിൽ ഒരു വനിതാ പ്രസിഡന്റ് വരാൻ പറ്റില്ല എന്ന തരത്തിലാണോ കാര്യങ്ങൾ പോകുന്നത്? അവിടെ വലിയ പുരുഷാധിപത്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ചില ആളുകളുടെ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ഒരു സംസ്കാര സമ്പന്നതയുടെ മുഖമുദ്രയാണല്ലോ സിനിമ. അങ്ങനെ ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള പോസ്റ്റുകളും വരുന്നു. ഇതൊക്കെ കൂടി കൂട്ടി വായിച്ചതേ ഉള്ളൂ. അതാണ് മെയിൻ പോയിന്റ്. സിനിമ എന്ന് പറഞ്ഞാലും കലയും സാഹിത്യവും എല്ലാം ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് അടിസ്ഥാനപരമായിട്ട് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. പക്ഷെ വന്ന് അത് സംസ്കാരം ഇല്ലാത്ത പ്രവർത്തനമായിട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലയാള സിനിമയില് എന്ന് മുതലാണ് ഇങ്ങനെ അപജയങ്ങൾ വന്നു തുടങ്ങിയെന്ന് നോക്കിയാല് കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട്. നമ്മുടെ ചില നടിമാർ ആത്മഹത്യ ചെയ്ത കഥയൊക്കെ അറിയാമല്ലോ. വിജയശ്രീ എന്ന് പറഞ്ഞ അന്ന് പലതും പുറത്തു വന്നില്ല. ഇപ്പൊ കാര്യങ്ങൾ കുറെ കൂടെ പുറത്തു വരികയാണെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അന്നത്തെ കാര്യങ്ങൾ അന്നും പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോ ഈ വിഷ്വൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പുറത്തു വരുന്നത്. അന്ന് വിഷ്വൽ മീഡിയ ഇല്ലാഞ്ഞോണ്ട് പെട്ടെന്ന് പുറത്തു വന്നില്ല. വിജയശ്രീയുടെ ആത്മഹത്യാ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടോ? അല്ല, അപ്പൊ ഒരുപക്ഷെ അന്നതിന് ഇപ്പോൾ വിഷ്വൽ മീഡിയ ആകുമ്പോൾ ഡയറക്റ്റ് ആളുകളുടെ ബൈറ്റുകൾ വരുന്നു. മറ്റതിങ്ങനെ കിംവദന്തി പോലെ ചിലത് പരക്കുന്നു, ചിലരൊക്കെ അത് പറഞ്ഞു കേൾക്കുന്നു. പിന്നെ പുസ്തകങ്ങളിലൂടെ മാസികയിലൂടെ ഒക്കെ അത് എഴുത്ത് രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഒരു നടി കോട്ടയത്ത് കോട്ടയത്താണെന്ന് തോന്നുന്നു ഷൂട്ടിങ് വന്ന് ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് അവര് വെളുപ്പാങ്കാലത്ത് ആത്മഹത്യ ചെയ്യാൻ വിഷം കഴിച്ച് ആശുപത്രിയിലായ കഥയൊക്കെ വേറെ ഉണ്ടായിരുന്നു. ആ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പല നമ്മുടെ ലേഖയുടെ മരണ ഒരു ഫ്ലാഷ് ബാക്ക് സിനിമയുണ്ടല്ലോ, അതില് നമ്മുടെ പ്രേമ എന്ന് പറയുന്ന നടിയുടെ മകളായിരുന്നു ശോഭ എത്രയോ നല്ലൊരു നടിയായിരുന്നു. എത്ര ചെറുപ്പത്തിലാണ് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പൊ ഇതെല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇവർ ഈ സിനിമാ സംഘടനകളൊക്കെ ഉണ്ടാക്കിയെന്ന്. അന്നൊന്നും സംഘടനയൊന്നും ഇല്ല. അല്ല, പക്ഷേ ഞാൻ പറയുന്നത് അന്ന് ഇപ്പൊ പണ്ടൊക്കെ സ്ത്രീകളെ കുറച്ചുകൂടെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലൊക്കെ മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കാലം മാറി, സ്ത്രീകൾ പലതിനും പ്രതികരിക്കാൻ തുടങ്ങി. അവർക്ക്
ഇന്ന് കുറേ കൂടി ഒരു സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ഒരു കാലഘട്ടമായി. പ്രത്യേകിച്ച് കേരളത്തിൽ മനോഭാവം ഒരു 25-30 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും വലിയ തോതിൽ ആളുകൾ മാറ്റം വന്നു. സ്ത്രീകളുടെ മനോഭാവത്തിൽ മാറ്റം വന്നു. അവരിന്ന് ഒറ്റയ്ക്ക് നടക്കുന്നു, ഒറ്റയ്ക്ക് പല പല കാര്യങ്ങളിലേക്ക് അവർ മുൻനിരയിലേക്ക് വരുന്നു. രാഷ്ട്രീയത്തിൽ, പൊതുരംഗത്ത്, വിദ്യാഭ്യാസം, അതുപോലെ ജോലി, അങ്ങനെ ഒരുപാട് മേഖലകൾ, ബിസിനസ് രംഗത്തൊക്കെ അവർ വരുന്നു, കലാ സാഹിത്യം എല്ലാം അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു. അങ്ങനെ ഒരു മാറ്റം മറ്റ് എല്ലാ മേഖലയിലും ഉണ്ടാകുമ്പോൾ ഈ സിനിമയിൽ ഇതിനോട് ഇങ്ങനെ വലിയ വിമുഖത കാണിക്കേണ്ടതിൻ്റെ കാരണം എന്താണ്? അങ്ങനെയല്ല, അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എന്താ വെച്ചാല് ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുള്ളതാണ്. അന്നൊക്കെ സിനിമാസികളൊക്കെ ഞാൻ വായിക്കാറുണ്ട് ചെറുപ്പകാലത്തിലേ. അതിൽ വായിച്ച ഒരു സംഭവം എന്താ വെച്ചാല്, ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് നമ്മുടെ പ്രശസ്ത നടി ശ്രീമതി ഷീല ഉള്ള ഒരു ഷൂട്ടിംഗ് സൈറ്റില് ആരോ ഒരു മോശം കമന്റ് അടിച്ചു. അതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ അനശ്വര നടൻ സത്യനായിരുന്നു. അദ്ദേഹം മോശം കമന്റ് അടിച്ച ആളിനെ അപ്പൊ തന്നെ അവിടെ വെച്ച് അടി കൊടുത്തു. ആ സ്ഥലത്ത് വെച്ച് തന്നെ, ഷൂട്ടിംഗ് സൈറ്റിൽ തന്നെ. ഇന്ന് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഇന്ന് അങ്ങനെ സ്ത്രീകൾ അവര് ചോദ്യം ചെയ്യും. അന്ന് ശീലക്കാതെ ചോദ്യം ചെയ്യാൻ കഴിയും. ഇന്ന് എല്ലായിടത്തും പുരുഷരെല്ലാ കാര്യങ്ങൾ ചോദിക്കുന്നു. അവർക്ക് നേരെ അനീതി ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ പലയിടത്തും എഴുന്നേറ്റ് നിന്നത് എനിക്ക് നേരെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാൻ ആർജവും ധൈര്യവും കാണിക്കുന്നു. പണ്ടാണെങ്കിൽ ബസ്സിൽ ഒരു അക്രമം ഉണ്ടായാലും സ്ത്രീകൾ മാറിപ്പോയി പുരുഷന്മാരാണ് അതിൽ ഇടപെടുകയും ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. വെറുതെ നമ്മുടെ ഒരു നടിയെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്ത ഒരു പ്രമുഖ നടൻ ഇപ്പൊ കേസിൽപ്പെട്ട് കിടക്കുകയല്ലേ. അയാളുടെ കൂടെ ആര് നിന്നു? അല്ല പണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അതാണ്. നടി അന്നത്തെ പോലെയല്ല. ഇന്നത് പറയാൻ തയ്യാറായി. എനിക്ക് നേരെ ഇങ്ങനെ സംഭവിച്ചു, ഇതിനെതിരെ ഞാൻ ഏതറ്റം വരെയും പോകും, ഞാൻ പൊരുതാൻ തയ്യാറായി. ആ പൊരുതുന്നവരോടൊപ്പം കേരളം നിന്നു. അങ്ങനെ പൊരുതാൻ പണ്ട് കാലത്ത് തയ്യാറായിരുന്നോ എന്ന സംശയം എനിക്കുണ്ട്. പലരും പേടിച്ചു പോയിന്റ് അതല്ല. ആ നടിയെ സപ്പോർട്ട് ചെയ്ത കൂടുതൽ ആൾക്കാർ നടനെ സപ്പോർട്ട് ചെയ്തത്. അതുണ്ടാവും, അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അതൊരു കേസിൽ രണ്ടുപേരും അല്ല, കുറ്റകൃത്യത്തിൽ ഇടപെട്ടവരെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിലൊരു പ്രതി ഉണ്ടല്ലോ, പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരു പ്രതി നേരിട്ട് ഇൻവോൾവ് ചെയ്താണ്. അയാളെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തായാലും അയാൾ ആര് പറഞ്ഞിട്ടാണ് വന്നത് എന്നതിലാണ് സംശയം. അതാണല്ലോ ആ തർക്കം നിൽക്കുന്നത്. നമ്മുടെ വിഷയം ഇത് നമ്മുടെ സംസ്കാര ഉന്നതിക്ക് വേണ്ടി എത്ര പ്രയോജനപ്പെടുന്നുണ്ടെന്നുള്ളതാണല്ലോ ഈ മേഖല കൊണ്ട്. അത് അപജയങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നതാണ്. ഇപ്പൊ വിനായകന്റെ കാര്യം തന്നെ പറഞ്ഞു, അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഈ ശ്വേതാമേനോന്റെ കാര്യമാണല്ലോ ഇപ്പൊ പ്രധാന വിഷയം, ഇപ്പോഴത്തെ പോയിന്റ്. അവര് നല്ല നടിയാണ്. അവർ അഭിനയിച്ച പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വന്നവരുടെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് അവര്. നല്ല അനുഗ്രഹീത കലാകാരിയാണ്. പിന്നെ സിനിമയിൽ എങ്ങനെ എടുക്കുന്നവർക്ക് തീരുമാനിക്കുന്ന, കഥ എഴുതുന്നവരും സംവിധാനം ചെയ്യുന്നവരും ഒക്കെയാണ്. ചിലത് പിന്നെ യു സർട്ടിഫിക്കറ്റ് ആവും, ചിലത് എ സർട്ടിഫിക്കറ്റ് ആവും. അതനുസരിച്ചുള്ള ആൾക്കാർ പോയി കണ്ടാൽ മതിയല്ലോ. അത് ഇപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവരെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയും അവര് ഈ പറയുന്ന സംഘടന, ഈ സംഘടന തന്നെ എന്താണ്, നേരത്തെ നമ്മളതിനെ അമ്മയെന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്ന സംഘടനയെ. ഈ അമ്മ എന്നുള്ള സംഘടനയുടെ പേരിപ്പോ മാറിയില്ലേ? താങ്കളൊക്കെ എന്നാണോ വിളിക്കുന്നത്? അങ്ങനെയാണല്ലോ എഴുതി കാണുന്നത്. ഇപ്പൊ എ കഴിഞ്ഞ് ഡോട്ട്, എം കഴിഞ്ഞ് ഡോട്ട്, എം കഴിഞ്ഞ് ഡോട്ട്. പിന്നെ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ആരാ ഈ അക്ഷരങ്ങൾക്കിടെ ഡോട്ട് ഇട്ടത്? ആരാ ഇട്ടത്? അങ്ങനെ വന്നു ചേർന്നതാണ്. അവര് തന്നെ ഇട്ടതാ, അമ്മക്കാര് തന്നെ ഇട്ടത് അങ്ങനെ ഡോട്ട്. അല്ലാതെ നിങ്ങളോ ഞാനോ ഒന്നും ഇട്ടതല്ല അത്. അപ്പൊ അങ്ങനെ ഡോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ സ്വഭാവം മാറി. നമ്മുടെ തിലകനോട് ചെയ്തതൊക്കെ അറിയാമല്ലോ. അന്ന് ഈ വലിയ നടന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. നമ്മൾ വലിയ സൂപ്പർ എന്നും പറയുന്ന സ്റ്റാറുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവർക്ക് സംസ്കാരത്തിന്റെ ഒരു കണിക ഉണ്ടായിരുന്നെങ്കിൽ തിലകനെ ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നോ? അതാ ചില ആളുകൾ ഇപ്പൊ അങ്ങ് പറഞ്ഞതിനോട് കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. തിലകൻ റിവീൽ ദ ട്രൂ കളർ ഓഫ് ദി ഫീൽഡ്, നൗ വി റിയലൈസ് ദ ഫാക്ട് എന്നിപ്പോ എനിക്ക് ഒരാൾ മെസ്സേജ് അതാണ്. അന്ന് നോക്കാം, നമുക്ക് ഈ ഫീൽഡുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നമുക്ക് ആകെയുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമയും തോന്നിയാൽ നമ്മൾ പോയി ടിക്കറ്റ് എടുത്ത് കാശ് കൊടുത്ത് ഇത് കാണുന്നുള്ളതല്ലാതെ ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു ബന്ധമൊന്നുമില്ല. നമുക്ക് ഓരോരുത്തർ അഭിപ്രായം പറയാനുള്ള അവകാശമില്ല. ഇപ്പൊ നിങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് കേൾക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ഥാപനം, ഈ സംഘടന അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഒത്തിരി വൃത്തികേടുകളാണ് അവരുടെ പിന്നെ അണിയറയ്ക്കുള്ളിൽ നടക്കുന്നത്. നമ്മൾ കാണുന്ന സ്ക്രീനൊക്കെ വെളുത്തിരിക്കുമെങ്കിലും അതിന് പുറകിൽ മുഴുവൻ കറുപ്പാണ്. കറുപ്പാണ് കൂടുതൽ, വെളുപ്പല്ല. സ്ക്രീനെ മാത്രമേ വെളുത്തിരിക്കുന്നുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഇത് ഒന്ന് ശരിയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഓക്കെ, അപ്പോൾ അക്വേറിയസ് എന്നോട് പറയുന്ന ഓക്കെ
അപ്പോൾ അനഘ പറയുന്നത് വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അക്വേറിയസ് എന്നോട് പറയുന്നത് അപർണയോട് ഈ വിനായകനെതിരെ തിരിച്ചൊന്നും പറയരുത് എന്ന് പറയണം. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ജാതി പറഞ്ഞുള്ള വകുപ്പ് അപർണയ്ക്ക് നേൽ ചുമത്തി വരുമെന്നാണ് പറയുന്നത്. നോക്കാം, അങ്ങനെ അവരെ ഒറ്റയ്ക്ക് വേട്ടയാടാൻ വിട്ടുകൊടുക്കാൻ ഞങ്ങളാരും തയ്യാറല്ല. അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം. ശരി. അപ്പോൾ ഷിജു കുര്യത്ത് പറയുന്നു, റീസെൻ്റ്ലി സാനിയ അയ്യപ്പൻ സ്ലാപ്ഡ് വൺ ഓഫ് ദി ഗൈ ഹൂ മിസ്ബിഹേവ്ഡ് വിത്ത് ഹെർ എന്ന് പറയുന്നു. അതായത് അത്തരം അടി കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിയെന്നിരിക്കും. പീതാംബരൻ എന്നോട് ഇപ്പം ചേരുന്നത് പള്ളുതുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, ഹലോ. പീതാംബരൻ ഏത് സിനിമയാണ് ധാരാളം കാണുന്നത്, കാണാറുണ്ടോ? ഞാൻ മലയാള സിനിമയാണ് കൂടുതലും കാണാറുള്ളത്. ഒരിക്കൽ എന്നോട് ഇത് പറഞ്ഞു തോന്നുന്നല്ലേ? അതെ, ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് സിനിമ ധാരാളം അതെ കാണുന്നത്. അതെ 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 ഒരുപാട് സിനിമ കാണും. ഒന്നും രണ്ടും വീതമൊക്കെ കാണുമായിരുന്നു നേരത്തെ. ഈ നായകന്മാരൊക്കെ ആ ഇങ്ങനെ കാണുമ്പോൾ, നമുക്ക് സിനിമയിൽ കാണുമ്പോൾ നമുക്ക് വലിയ കൈയടിക്കാൻ തോന്നും. പക്ഷേ സിനിമാ രംഗത്തിൻ്റെ ചില കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വരികയാണ്. ഇപ്പോൾ ഒരു സ്ത്രീ അതിൻ്റെ പ്രസിഡന്റ് ആകാൻ പറ്റില്ല എന്ന നിലപാട് അവർക്കുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ അത് സ്വാഭാവികമായി വന്നൊരു കേസാണെന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അല്ല, അത് സംഘടന ഇപ്പോൾ വരുമ്പോ കലാകാരന്മാർക്ക് ആർക്ക് വേണമെങ്കിലും വരാം. ആ സംഘടനയുടെ തലപ്പത്ത് ആരാണെന്നല്ല, ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ ഒരു കാര്യം അതിനകത്ത് വ്യക്തമാണ്. ഇപ്പോ സംഘടനയുടെ പ്രസിഡന്റ് ആകാനും സെക്രട്ടറി ആകാനും മത്സരം നടക്കുന്നുണ്ട് ഇവിടെ. ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൊച്ചി അതിനകത്തുനിന്ന് ദിലീപ് ഇതിലൂടെ വന്ന് ആകെ നാശമായി, കോടതിയിലും വന്ന് നാണക്കേടുമായി. ഒരെണ്ണം ഇവളൊക്കെ മുണ്ടിയിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് അഭിമാനമുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ പറയണ്ടേ? അത് 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 തെറ്റായിപ്പോയി. അതെന്താ കാര്യമെന്നറിയാവോ? പ്രൊഡ്യൂസർമാരായ നടന്മാരാണ് കൂടുതലുള്ളത്. അവർ സമ്പന്നന്മാരുമാണ്, മുതിർന്ന ജാതിയിലും പെട്ടവരാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവർ അടിമകളാക്കി കൊണ്ടുനടക്കും. പടം പിടിച്ചാൽ ചാൻസ് കിട്ടണമെങ്കിൽ അവന്റെ മുസ്തുതി പാടിയാലേ പറ്റുള്ളൂ. പല നടികളും അവരുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്. ഇവിടെ വന്നിട്ടുള്ള മുൻകാലങ്ങളിലുണ്ട്. ഇപ്പോഴും ചർച്ച നടത്തുന്നത് സാറേ. ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്, ഞാൻ കൃത്യമായി എനിക്ക് കിട്ടുന്നില്ല. നടിമാരുടെ ബാക്ക്ഗ്രൗണ്ട് മോശമാണെന്നെന്തോ അങ്ങനെ നമുക്ക് പറയാൻ അധികാരമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയാണ്. ഞാൻ കാറ്റ്കിറ്റ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് സിംഗപ്പൂരിൽ നിന്ന്. കാറ്റ്കിറ്റ് എങ്ങോട്ടും പോകരുത്, നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. നമസ്കാരം. അപ്പോൾ പൊതുവേദി തുടരുകയാണ്. നമുക്ക് ദുബായ് നിന്ന് ലണ്ടൻ വരെ റോഡ് മാർഗം യാത്ര ചെയ്തെത്തിയ ചില മലയാളികൾക്ക് ലണ്ടനിൽ അവരൊരു സ്വീകരണം നൽകി. ലണ്ടൻ ഈസ്റ്റ് ഹാമിൽ ആണ് ഈ സ്വീകരണം നൽകിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ചില സുഹൃത്തുക്കൾ അയച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടൻ മലബാർ അസോസിയേഷൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. മലയാളീസ് എന്ന് പേരിട്ട ഈ വാഹനത്തിൽ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാം. പ്രവീൺ, യെസ്. അപ്പോൾ പേരിട്ട വാഹനത്തിൽ ഇറാൻ, തുർക്കി, ബൾഗേറിയ, റൊമാനിയ, ഹംഗറി അങ്ങനെയൊക്കെയുള്ള 11 രാജ്യങ്ങൾ പിന്നിട്ട് ഇവർ ലണ്ടനിലെത്തി. പാലക്കാട്, മലപ്പുറം, വയനാട് സ്വദേശികളായ ഷിബിലി, ഷാഹിദ്, അതുപോലെ യൂനസ് ഗസൽ തുടങ്ങിയ ആളുകളാണ്. ആബിദ് ഒക്കെ, മുഫീദ് എന്നിവരൊക്കെയാണ് ഒരു മാസം കൊണ്ട് 11 രാജ്യങ്ങൾ കറങ്ങി, റോഡ് മാർഗം കറങ്ങി അവരെത്തിയത്. അപ്പോൾ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട്, മലപ്പുറം, വയനാട് സ്വദേശികളാണ്. ഇവർ സ്വന്തം വാഹനത്തിലാണ് യാത്ര ചെയ്ത് ലണ്ടനിലെത്തിയത്. അപ്പോൾ ബ്രിട്ടീഷ് ലണ്ടൻ അസോസിയേഷൻ, അവിടുത്തെ നമ്മുടെ ഡാർലിൻ ജോർജ് പോലുള്ള നമ്മുടെ അവിടുത്തെ ആളുകളെല്ലാം ചേർന്ന് ഇവരെ സ്വീകരിച്ചു. ഡാർലിൻ ജോർജ്, അതുപോലെ മുഹമ്മദ് ഷറഫ്, ജിന്ന മാണിക്കോത്ത്, സാജിദ് പടന്നക്കാട്, കരീം പടന്നക്കാട്, റംഷി പടന്ന എന്നിവർ ഒക്കെ ചേർന്ന് ഇവരെ സ്വീകരിച്ച് അവർക്ക് ഒരു നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ സ്വീകരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ദൃശ്യം പങ്കുവയ്ക്കണമെന്ന് ലണ്ടനിലെ അവർ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ പൊതുവേദി പ്രേക്ഷകർക്ക് വേണ്ടി കാണാൻ വേണ്ടി ഞാൻ ആ ദൃശ്യങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ അതാണ് ആ ഒരു ദൃശ്യം. ഓക്കെ, പിന്നെ കൂടുതൽ പ്രേക്ഷകർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അനക്കൊക്കെ ഫോൺ ചെയ്തിട്ട് ഒട്ടും കിട്ടുന്നില്ല. അതെന്താണ്, നമ്മുടെ ഫോൺ വല്ലാതെ എൻഗേജഡ് ആണോ എന്നറിയില്ല. പ്രവീണ അവിടെ നോക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ കാറ്റ്കിറ്റ് എന്നോടൊപ്പം സിംഗപ്പൂരിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ കാറ്റ്കിറ്റ്, നൈസ് ടു ഹിയർ ഫ്രം യു. നോട്ട് ഓൺലി വിനായകൻ ബട്ട് ഗവൺമെൻറ് ക്യാൻ ടേക്ക് ആക്ഷൻ അപ്പോൺ TG മോഹൻദാസ്, PC ജോർജ്, ശശികല എക്സെട്ര എന്ന് എന്നോട് ഷിജു പറയുന്നു. അപ്പോൾ ഞാനിപ്പോൾ അത് എനിക്ക് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ആരെങ്കിലും ഇപ്പോൾ PC ജോർജിനെയൊക്കെ എങ്ങനെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ അതുപോലെ നല്ല നിയമലംഘനങ്ങൾ ഉണ്ടായി എന്ന് തോന്നുമ്പോൾ
ആ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ നടപടി എല്ലാവരിലും ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പി സി ജോർജ് എടുത്ത നടപടി ശരിയല്ല എന്ന് വാദിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ ഞാൻ പറയുന്നത് ഈ മോശം പരാമർശങ്ങൾ അങ്ങനെ ഒഴിവാക്കിക്കൂടാ. ഷാജി കണിയാമ്പറമ്പിൽ എന്നോട് പറയുന്നത് ഈ ആണുങ്ങൾക്കിടയിൽ ഒരു പെൺപുലി ആവശ്യമാണ്, അതാണ് ശ്വേത മേനോൻ. അങ്ങനെയെങ്കിൽ ഗുഡ് കാര്യം, 2 എണ്ണം കൊടുക്കാനൊക്കെ ഉള്ള ധൈര്യം ശ്വേതയ്ക്കുണ്ടെന്നാണ്. അതായത് ആളുകൾ കയ്യേറ്റം ചെയ്യാൻ ഞാൻ എന്തായാലും പ്രോത്സാഹിപ്പിക്കില്ല. നിയമപരമായിട്ട് കൂടുതൽ ശക്തമായ നിലപാടുകൾ എടുക്കുക എന്നുള്ളതാണ് ഇതിൽ കാര്യം. അപ്പോൾ പ്രവീൺ പി എന്നോട് ചിരിക്കുന്നുണ്ട്, എന്തിനാണെന്ന് അറിയില്ല. ഏതായാലും പ്രവീണിനും എൻ്റെ മന്ദഹാസം. അരുന്ധതി കോലംപറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മനു നമസ്കാരം എന്ന് പറയുന്നു, പ്രവീൺ ഹായ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പ്രവീണിനും ഒരു ഹായ് അങ്ങോട്ടേക്ക് തരിക. അപ്പം നിരവധി ആളുകൾ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന ഒരു പരാതി പറയുന്നുണ്ട്. അപ്പം അത്തരം ആളുകൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ദാസൻ എന്നോടൊപ്പം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ. ശ്രീദാസൻ, എന്ത് തോന്നുന്നു ശ്രീദാസൻ, ഈ സിനിമയിൽ ഒരു വനിതാ നേതാവ് വരുമോ സിനിമയ്ക്ക്, അമ്മയ്ക്ക്? ഇല്ല, ഇതൊരു കാരണവശാലും ശരിയില്ല. കാരണം ചേതനവനാണ്, നല്ലൊരു നടിയാണ്. അവരെ നമ്മളെ നോക്കട്ടെ, അവരെ ഇനിയിപ്പം ഞാൻ ചോദിക്കട്ടെ, അവര് വ്യഭിചാരി ആയിക്കോട്ടെ, നിങ്ങൾക്കെന്താ ഈ ഒരു ജഡ്ജി ഇങ്ങനത്തെ കേസ് നമുക്ക് കോടതി വിമർശിക്കാൻ അധികാരമില്ല. എന്നാലും ജഡ്ജി നിൽക്കണ്ടേ? ഇതെന്താ കേസ്? ഏറ്റവും തോന്നിവാസപ്പെട്ട കേസല്ലേ ഈ കേസെടുക്കാൻ പിന്നെ ആവശ്യപ്പെടാൻ തന്നെ കോടതി പാടില്ല. ഏറ്റവും തോന്നിവാസം. ഞാൻ പറഞ്ഞത്, ഞാൻ വ്യക്തിപരമായിട്ട് അഭിഷേകിക്കുന്നതല്ല, ഈ ബാബുരാജ് എന്ന നടൻ, ഇയാളാണ് ഇതിനെ പിന്നിൽ സംശയിക്കുന്ന ആളെ. അത് മാത്രമല്ല, നിയമത്തിന്റെ വഴിക്ക് പോയാൽ ഈ ബാബുരാജൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങാണ്ട് അതിനുള്ളിൽ തന്നെ കിടക്കേണ്ട ആളാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, നമുക്ക് എൻ്റെ കയ്യിൽ അങ്ങനെ തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും പക്ഷേ ബാബുരാജ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറി ഇനി അമ്മയിലേക്കില്ല എന്ന് പറഞ്ഞു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്കില്ല. ചന്ദ്രൻ നായർ ഉണ്ട് എന്നോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ചന്ദ്രൻ നായർ. ചന്ദ്രൻ നായർ. സാർ, ആദ്യം തന്നെ പറയട്ടെ സാർ, നമ്മുടെ മലയാളി പ്രദീപ് ഉൾപ്പെടെയുള്ള അവർക്ക് അഭിനന്ദനങ്ങൾ. രണ്ടാമത്, നമ്മുടെ സിനിമാ മേഖല 10,000-കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ്. ആ മേഖലയെ നശിപ്പിക്കപ്പെടാനായിട്ട് കുറേ നാളുകൊണ്ട് പ്രശ്നം പല തവണയും കോടതി ഇടപെട്ടു. ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ വീണ്ടും ആ മേഡത്തിന് നേരെ ബഹളം വെച്ചും കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്ന് വെച്ചാൽ ഈ സിനിമാ ഫീൽഡ് നശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറേ ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ട് സാർ. പ്രത്യേകിച്ച് വന്നപ്പോൾ നമ്മളെ വിനായകനൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു പുഴുക്കുത്തായ മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ചെല്ലും തോറും. സാർ, ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ഡാർവിനും സംഘത്തിനോട് ഒക്കെ അവിടെ ഡാർവിനും സംഘവും ലണ്ടനിൽ ഇങ്ങനെ 11 രാജ്യങ്ങൾ കടന്നു വന്ന മലയാളികൾക്ക് സ്വീകരണം നൽകിയതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചതിന് നന്ദിയൊക്കെ ചിലരൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഷിജു എന്നോട് പറയുന്നത്, താങ്ക്സ് പ്രവീണ ചേച്ചി, അത് ദൃശ്യങ്ങൾ കാണിച്ചതിന്. ദർ വിൽ ബി എ ത്രെറ്റ് ഫോർ സന്തോഷ് കുളങ്ങര എന്ന് പറയുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരയെ ഇവർ വെല്ലുവിളിക്കുമെന്നാണ് ചോദിക്കുന്നത്. അതിൽ സന്തോഷ് ജോർജ് കുളങ്ങര ഒട്ടനവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്താണ്. ഏതായാലും ആളുകൾ യാത്ര ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ സന്തോഷ് കുളങ്ങര യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ പലയിടത്തും കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മളും ആ ഒരു സ്ഥലത്ത് കൂടെ പോയതിൻ്റെ ഒരു അനുഭവം നമുക്കും ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ ആളുകൾ നല്ലതാണ്. അപ്പോൾ അവരൊരു ത്രെട്ടല്ല, പക്ഷേ അവരൊരു സപ്പോർട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഗ്ലാഡിയേറ്റർ പറയുന്ന ബൈജു നിലവിൽ ഇന്നലെ ആരും ചർച്ചയിൽ പങ്കെടുത്തവർ ഇന്ത്യൻ പൗരനല്ല എന്നൊക്കെയാണ്. അത് എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കാം. അങ്ങനെ നമ്മൾ പൗരത്വം നോക്കി എല്ലാ ആളുകളെ ചർച്ചയിൽ വിളിക്കുന്നത്. പിന്നെ ഹക്കീം ബേക്കൽ എന്നോട് പറയുന്നു, ഇത്ര നല്ല മലയാളം സിനിമയിലെ മുഖ്യ നടന്മാർക്കെല്ലാം പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ സ്ത്രീകളൊക്കെ ഇങ്ങനെയാണ് ഇവർ കാണുന്നത്. സങ്കടം തന്നെ, പൊതുജനങ്ങളെല്ലാം കാണുന്നു എന്നോട് ഹക്കീം പറയുന്നു. അപ്പോൾ ദാസൻ കണ്ണൂരിനെ ചിലർ പുകഴ്ത്തുന്നുണ്ട്. ഷിജു പറയുന്നത് ഫൈറ്റ് ഫോർ വിമൻസ് ജസ്റ്റിസ് എന്നൊക്കെയാണ്. ശശിധരൻ വയലാർ. യെസ്, ശ്രീ ശശിധരൻ. നമസ്കാരം. നമസ്കാരം. വെയിറ്റ് ചെയ്യുന്നു. ആണോ? അങ്ങനെ ഇത് ഈ പരിപാടി ഒന്നും കാണുന്നതല്ലേ, അപ്പൊ ഇത് കുറച്ചു നേരം നമ്മളിത് ഇതല്ലേ കാണുന്നുള്ളൂ, ഇത് കണ്ടുകൊണ്ടല്ലേ വെയിറ്റ് ചെയ്യുന്നത്. സാരമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സാരമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങ് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ അനഘയെ പോലുള്ളവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല, പക്ഷെ അങ്ങേക്ക് ഇത് കിട്ടി. കൂടെ പറഞ്ഞുതരാം. ഇത് ത്രൂ ഔട്ട് കുത്തിക്കൊണ്ടിരിക്കും. എന്റെ ഒരു കരുത് തന്നെ ഇപ്പൊ നീളം കുറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് അനഘയ്ക്ക് എന്റെ വീട്ടുകാർ പറയണത് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് 261 പ്രാവശ്യം വിളിച്ച് അവരെ ഫോൺ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റെക്കോർഡ് എനിക്ക് കിടപ്പുണ്ട്. അപ്പൊ എന്തെങ്കിലും എനിക്കൊരു വാശിയുണ്ട്, കിട്ടിയത് ഞാൻ നിർത്തുള്ളൂ എന്നുള്ളത്. അതാണ് എന്റെ ഒരു പ്രത്യേകത.
അത് ശരി. അപ്പൊ ഇത് അനഘ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരി, ഇപ്പൊ ഈ കേൾക്കുന്നുണ്ടാവും. വിഷയത്തെ പറ്റി പറയാം. ഞാനേ ഈ ഫീൽഡുമായിട്ട് ഇച്ചിരി കുറച്ച് കാലത്തെ പരിചയം ഉള്ളതുകൊണ്ടാണ്. കാരണം ഇതിനകത്ത് ഒരു സെക്സ് റാക്കറ്റ് തന്നെ ഉണ്ട് ഈ ഫിലിം ഫീൽഡിൽ. ഇല്ലെന്നൊന്നും ഒരിക്കലും പറയാനൊക്കെയില്ല. കാരണം അങ്ങനെയാണ് ഇതിനകത്ത്. ഈ ഒരു നടിക്ക്, ശ്വേതാ മേനോൻ എന്നുള്ള നടിക്ക് ഈ ഒരു ദുരനുഭവം ഉണ്ടായിട്ട് ഞാൻ ദുരനുഭവം എന്നേ പറയുള്ളൂ. കാരണം ഇന്നലെ അല്ല ഈ സംഭവം. ഇവര് അഭിനയിക്കാതുകൊണ്ട് കാലം കുറയായി. അവിടെ പടങ്ങൾ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പൊ ഇന്ന് വരെ ഇല്ലാത്തൊരു വിഷയം ഇന്നലെ കുത്തി പൊങ്ങിയതിന്റെ പിന്നിൽ ഒരു 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 ഗ്രൂപ്പ് ഉണ്ടോ എന്ന് സംശയിക്കാനുള്ള പ്രധാന കാരണം പ്രമുഖ നടന്മാരും അല്ലെ നടികളാരും പ്രതികരിച്ചില്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാതി. കാരണം എന്ന് പറഞ്ഞാൽ ആരും പ്രതികരിച്ചില്ല. കാരണം ഞാൻ അങ്ങ് പറഞ്ഞു വളരെ കറക്റ്റായിട്ട്. ആരും ഒന്നും വന്നു കണ്ടില്ല. അല്ലെങ്കിൽ എല്ലാറ്റിനും ചാടി എഴുന്നേറ്റ് ആക്രോശിക്കുന്നവരെ ഒന്നും കാണുന്നില്ല. ആകെ ദേവനോട് ആരോ അങ്ങോട്ട് ചോദിച്ചപ്പോഴാണോ എന്നറിയില്ല. അതിൽ ദേവൻ താൻ ശ്വേതാ മേനോനൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് പറഞ്ഞു കേട്ടത് നമ്മുടെ MLA ആണ്. അതെ അതെ അതെ, എനിക്ക് സങ്കടം തോന്നിയ കാരണം ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ട. കാരണം അവർ ഈ ഒരു ഇലക്ഷൻ നിന്നു എന്നുള്ളതല്ലാണ്ട് അവർ വലിയ ഭൂലോക തെറ്റുകളൊന്നും ചെയ്തതായിട്ട് നമുക്കാർക്ക് മനസ്സിലാകുന്ന. കാരണം പറഞ്ഞാൽ അങ്ങനെ ജയിൽ നടക്കാനാണെന്നുണ്ടെങ്കിൽ ഈ സിനിമാ മേഖലയിൽ സെക്സി ആയിട്ട് പ്രവർത്തിച്ചു അവരെ പ്രൊമോട്ട് ചെയ്തവരെ, അവരെ പ്രോത്സാഹിപ്പിച്ചവര്, സമ്മർദ്ദം കൊടുത്തവരെ ഒക്കെയാണ് ഇവിടെ ജയിലിൽ പോരാത്തവർ ഇതിനകത്ത് ഇടാനായിട്ട്. അത് ഈ കേസും കൊണ്ട് പോയവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ടോ? അവരെ കൊണ്ട് ജയിലിൽ നിറയൂടെ. കാരണം അതിന് മാത്രം ഇതിന്റെ പിന്നിൽ കൊണ്ട് നമ്മുടെ സക്കീല, മറിയ എന്ന് വേണ്ട പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും നിൽക്കത്തില്ല ഒരുപാട് പേര്. ഇല്ലേ? ശരിയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് പുതിയ സംഭവമായിട്ടുണ്ടായ പോലെ. പക്ഷെ ഇതിന്റെ പിന്നില് ഒരു ഗൂഢമായ ഒരു ശ്രമം നടന്നിട്ടുണ്ടെന്നുള്ളത് പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അവരെ കൊണ്ടുവരാൻ പാടില്ല, ഈ രംഗത്തേക്ക് വരാൻ പാടില്ല. പിന്നെ ഇതൊന്നും ജനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ലല്ലോ. ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടും ഈ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല ഇവര് പറയുന്നത്. ഇതിനകത്ത് എന്താണ് ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്ത് കാണാം ഒരു സംഘടന ഒരു പ്രസ്ഥാനത്തിൽ കുറെ ഭരണാധികാരികൾ കയറി അവിടെ മുടിപ്പിച്ചിടുമ്പം പുതിയൊരു കൂട്ടർ വന്ന് അത് മെച്ചപ്പെട്ട് വരുമ്പോഴത്തേക്ക് അവരെ എങ്ങനെ പുറത്തിയാടിക്കാന്നും പറഞ്ഞ് നടക്കുന്ന കുറെ നാട്ടിലെ കുറെ ആളുകളുണ്ട്. മൂരാച്ചികൾ എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് നല്ലൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നും പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ബാൽ താക്കറെ എന്നുള്ളത് ശരിയായ പേരായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൻ്റെ പേര് അങ്ങനെയാണ്. ബാൽ താക്കറെ പറയുന്നത് BJP വരും എല്ലാം ശരിയാവുന്നതാണ്. അപ്പോൾ ബാൽ താക്കറെ പക്ഷേ ശിവസേനയാണ് കേട്ടോ. അപ്പോൾ ബാൽ താക്കറേക്ക് അറിയുമെന്നറിയില്ല. ശിവസേന ഇപ്പോൾ BJPക്ക് ഒപ്പം അല്ല. ബാൽ താക്കറെ ഒരു ശിവസേന BJPക്ക് ഒപ്പമാണ്. പക്ഷേ ബാൽ താക്കറയുടെ മക്കളായിട്ടുള്ള ആളുകളൊക്കെ അപ്പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ബാൽ താക്കറെ അത് അനുകൂലിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ. അപ്പോൾ സുനിമോൾ പറയുന്നത് സ്വന്തം വാഹനത്തിൽ റോഡ് മാർഗം ലണ്ടനിലെത്തിയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെ എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. കാരണം 11 രാജ്യങ്ങൾ പിൻവിട്ട് ദുബായിൽ നിന്ന് ലണ്ടനിലെത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഏതായാലും അവരുടെ ആ ഒരു സാഹസികത ഞാൻ അംഗീകരിക്കുന്നു. ഒപ്പം അവരെ അത് ഒന്ന് കണ്ട് അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ തയ്യാറായ നമ്മുടെ ഡാർവിനും സംഘത്തിനും ഒക്കെ എൻ്റെ അഭിനന്ദനം. നമ്മുടെ മലബാർ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ ബ്രിട്ടീഷ് മലബാർ അസോസിയേഷനാണ് അവർ. ഓക്കെ. അപ്പോൾ വയലാർ രാമവർമ്മ വേഴ്സസ് അച്യുതാനന്ദൻ, ശശിധരൻ ഓൾ ആർ പ്രൈഡ് ഓഫ് വയലാർ. വയലാർ രാമവർമ്മ, VS അച്യുതാനന്ദൻ, ശശിധരൻ എല്ലാവരും വയലാറിൻ്റെ അഭിമാനങ്ങളാണ്. അതെ. ഓക്കെ. നമ്മുടെ ശശിധരൻ വയലാറിനെ ആരോ പുകഴ്ത്തുകയാണ്. ഷിജു പുകഴ്ത്തുകയാണ്. ഓക്കെ. ബിനോയ് കൊല്ലത്ത് നിന്ന്. ബിനോയ് നമസ്കാരം. ഈ ബിനോയ്, ഇത് ഈ നിയമത്തിൻ്റെ നൂലാമാലകൾ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ചില പഴുതുകളെയൊക്കെ ഉപയോഗിച്ച് ആളുകളെ അറ്റാക്ക് ചെയ്യാം എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഇത് അറ്റാക്ക് ചെയ്യലൊന്നുമല്ല. ഇതിന്റെ പിന്നില് നമുക്കറിയാം ദേവനും ബാബുരാജും ഒക്കെ ബാബുരാജ് പ്രസിഡന്റ് ആവാൻ വേണ്ടി നടന്നു. അദ്ദേഹത്തിന് പറ്റില്ല എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ സ്വഭാവ വൈകല്യം കൊണ്ട് പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ പിന്നിൽ നിന്ന് അദ്ദേഹം കളിക്കുകയാണ്. ശ്വേതാ മേനോനെ സംബന്ധിച്ചോളം ശ്വേതാ മേനോൻ ഡയറക്ടർമാരും സ്ക്രിപ്റ്റ് റൈറ്ററും തിരക്കഥാകൃത്തും പറയുന്ന കാര്യങ്ങളാണ് അവർ അഭിനയിക്കുന്നത്. അപ്പൊ അതിലൊരു കുറ്റവും പറയാനില്ല. പിന്നെ അമ്മയെന്ന് പറഞ്ഞ സംഘടന നമുക്കറിയാം. ഈ ഓരോ സ്ഥലത്തിന്റെയും ഇപ്പൊ കേരളത്തിന്റെ ഒരു കൾച്ചർ അവിടുത്തെ സിനിമയിൽ നിന്നും ആണ് ആളുകളുടെ ഒരു കൾച്ചർ തന്നെ വ്യത്യാസമാകുന്നത്. അപ്പം ഈ കൾച്ചർ നമുക്ക് സംഭാവന ചെയ്യേണ്ട ആളുകൾ തന്നെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി തമ്മിലടിച്ച് കേസും ഒക്കെ കൊടുത്തു വരുമ്പോൾ അതൊരു ശരിയായ രീതിയല്ല. മലയാള സിനിമയിൽ ഇതിനെതിരെ മറ്റുള്ളവരൊക്കെ എവിടെ പോയിന്ന് നമുക്കറിയില്ല. അവരൊക്കെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ശരിയല്ല. ഒരു വനിത പ്രസിഡന്റ് ആവുമെന്ന് കണ്ടപ്പോൾ പിന്നിൽ നിന്ന് പലരും കളിക്കുകയാണ്. പക്ഷെ വനിതയെ പ്രസിഡന്റ് ആക്കണ തമ്മിൽ ഭേദം തൊമ്മനെന്നേ ഞാൻ പറയുന്നത്. കാരണം ശ്വേതാ മേനോൻ
പ്രസിഡന്റായിട്ടുള്ള. പക്ഷെ ദേവനെ വെച്ച് നോക്കുമ്പോൾ ശ്വേതാ മേനോൻ 100 മടങ്ങ് നല്ലതാണ്. സ്ഥാനാർത്ഥിയും പ്രസിഡന്റും ആവാൻ ദേവനെ സംബന്ധിച്ചോളം സംഘപരിവാറുമായി പ്രവർത്തിച്ച് നിൽക്കുന്ന ആളാണ് ദേവൻ. സംഘപരിവാർ BJP ആണ്. അപ്പോൾ ഇതിനകത്തൊരു നല്ലൊരു രാഷ്ട്രീയം വരുന്നുണ്ട്. ആ രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് പ്രസിഡന്റായിട്ട് ഏറ്റവും ആപ്റ്റായ ഈ കാലഘട്ടത്തിൽ ശ്വേതാ മേനോൻ തന്നെയാണ്. പിന്നെ 67A എന്ന് പറഞ്ഞ ഒരു ഇത് വെച്ചാണ് കേസ്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ അവർക്കെതിരെ പരാതി എടുത്തില്ല. കോടതിയിൽ പോയി മജിസ്ട്രേറ്റിൽ നേരിട്ട് കേസെടുപ്പിച്ച് 67A ആണ്. ആ വകുപ്പ് ഒരിക്കലും നിൽക്കുന്ന വകുപ്പും അല്ല. അപ്പൊ അതുകൊണ്ട് മനു പറയാനുള്ളത് മലയാള സിനിമയുടെ ഇനി വരാൻ പോകുന്നത് സുവർണകാലമായിരിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ പ്രസിഡന്റായി വരുമ്പോൾ അതിന് നല്ല മാറ്റങ്ങളുണ്ടാവും. നമുക്കറിയാം നമ്മളുടെയൊക്കെ വീടുകളിൽ അമ്മയാണ് നമ്മളുടെയൊക്കെ വീടുകളിലെ വിളക്ക്. അപ്പോൾ അമ്മ എങ്ങനെയാണോ നമ്മളെയൊക്കെ വീട്ടിൽ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത് അതുപോലെ ആയിരിക്കും അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏതായാലും അങ്ങ് പറഞ്ഞ പോലെ ഇത് 35 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 67A ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അതാണ് ഞാനിപ്പോൾ അവർ സമർപ്പിച്ച ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് നോക്കുമ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ കമാൻഡർ മാത്യു എന്നോടൊപ്പം ചേരുന്നു ബോംബെയിൽ നിന്ന്. ശ്രീ കമാൻഡർ മാത്യു, ഗുഡ് ഈവനിങ്. ഹലോ മാത്യു, ഗുഡ് ഈവനിങ്. ഹലോ മനു, ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഐ ആം ഡൂയിങ് ഗുഡ്. അപ്പോൾ എന്താ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഊണ് കഴിഞ്ഞു അല്ലേ? അതെ, ഊണ് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കനൊക്കെ ഉണ്ടായിരുന്നോ കറി? ഇന്ന് ഭാര്യയും മോളും നാട്ടിൽ പോയതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പപ്പടം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പപ്പടവും കാച്ചി തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാര്യ ഇല്ലാത്തപ്പോൾ ശ്രീ മാത്യുവിന് കുക്കിംഗ് ഉള്ള ചെറിയ പരിമിത കുക്കിംഗ് ആയിരിക്കും അല്ലേ? അതെ അതെ. അപ്പൊ ഭാര്യ പോയപ്പോൾ വീടിന്റെ ഒരു ഭരണം സ്വന്തം കയ്യിൽ കിട്ടി. ഈ അമ്മയെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് വിളിക്കാൻ കാര്യം മനു, ഇതിനകത്തൊരു വലിയ വിഷയമുണ്ട് കേരളത്തിലെ ഈ അമ്മയെന്ന് പറഞ്ഞ സംഘടന. എനിക്ക് 2-3 കാര്യങ്ങൾ ചുരുക്കി പറയാം. ഒന്ന്, ഇവർ ഈ അമ്മയെന്നുള്ള പേര് ഇല്ലാതാക്കുമെന്ന് എന്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഈ ഒരു പുരുഷ മേധാവിത്വം അങ്ങേ അറ്റത്ത് ആ ഒരു പീക്കിലേക്ക് ഇപ്പം കേരളത്തിലെ സിനിമയിലേക്ക് വന്നേക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂട്ടി സാറാണെങ്കിൽ സാന്ദ്രയുടെ ഒരു കാര്യം പറഞ്ഞ് സാന്ദ്ര ചെയ്തില്ലെന്ന് പറഞ്ഞ് മമ്മൂട്ടി ആ സിനിമയിൽ നിന്ന് മാറി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ മനുഷ്യന്റെ ഓരോ അപ്രമാദിത്യം എന്ന് പറയുന്ന ഇതാണെന്ന് പറയുന്നത്. കേരളത്തിൽ സ്ത്രീകൾക്ക് ഒരു സ്ഥാനം പോലും, ഇപ്പൊ നമ്മുടെയൊക്കെ ഭാര്യമാർ നമ്മുടെ വീട്ടിൽ നമ്മൾ എത്ര സ്ഥാനം കൊടുക്കുന്ന മനുവിനെ ആലോചിച്ച് നോക്കിക്കേ. ഇവർക്ക് ഒരു വിലയുമില്ല. കാര്യം മനു ചിന്തിച്ച് നോക്ക്, കേരളത്തില് ഗൗരി അമ്മയെ ചീഫ് മിനിസ്റ്റർ ആക്കണവർ എടുത്ത് തോട്ടിക്കളഞ്ഞു. ശൈലജ ടീച്ചറിനെ ഒരു ചീഫ് മിനിസ്റ്റർ ആക്കണവർ അതും തോട്ടിക്കളഞ്ഞു. നമ്മുടെ ഈ ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ഏത് സംഘടനയായിട്ട് നോക്കിയാലും സ്ത്രീകളുടെ കാര്യം ഗതി അധോഗതിയാണ്. ഇപ്പൊ ഈ സിനിമാ സംഘടന വന്നപ്പം ശ്വേതാ മേനോനെ സംബന്ധിച്ചൊരു നല്ലൊരു സ്ത്രീയാണ്, നല്ലൊരു നടിയാണ്. എന്റെ മനുവിന്റെ ഒക്കെ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്നത് ഈ പ്രേം നസീറിന്റെ മരച്ചുറ്റി പ്രേമമാണ്. അതിനകത്ത് ഷീലാന്റി ഒരു ബ്ലൗസ് വിട്ട് കൈലി കൊടുത്ത് നിൽക്കുന്ന കാണുമ്പം നമ്മളൊക്കെ അന്ന് എത്രയോ ഏപ്പടങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. അന്ന് 2 രൂപ ടിക്കറ്റിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്റെ നാടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൊട്ടാരക്കര കോളേജിലാണ് പഠിച്ചത്. അവിടെ ഒരു ശാന്തി എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ മൊത്തം ഏപ്പടമേ വരത്തുള്ളൂ. അന്നെല്ലാം ഈ പ്രേം നസീറിന്റെ മരഞ്ചുറ്റി പ്രേമമായി. അങ്ങനെയാണ് ഈ പ്രേം നസീറും ഷീലാന്റിക്ക് എത്ര പ്രാവശ്യം പോയി ജയിലിൽ കിടക്കണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് എന്ത് മാനദണ്ഡമാണ്? ഒരു സ്ത്രീക്ക് അമ്മയുടെ പ്രസിഡന്റ് ആവാൻ സാധിക്കില്ല. ഇനി അത് വേണ്ട, നിങ്ങൾ പുരുഷ മേധാവിത്വം എടുത്തോ. ജഗദീഷ് വളരെ ഡീസന്റ് ഒരു മനുഷ്യനല്ലായിരുന്നോ? അയാളൊരു കോളേജിലെ പ്രൊഫസർ ലെക്ചർ അല്ലായിരുന്നോ? അയാളെ ആക്കാൻ നേരത്തെ അയാളെ എടുത്ത് തോട്ടിക്കളഞ്ഞു. ഇവർക്കാണെങ്കിൽ വേണ്ടുന്ന എന്തോ ഫ്രോഡ് കേസുകളെ വേണം. ഈ മുതുക്കന്മാരെ കൊണ്ട് ഈ സിനിമാ ലോകം മുടിഞ്ഞുള്ള. ഇപ്പൊ എന്റെ നാടായ അടൂര് ഒരു തിയേറ്ററേ ഇല്ല, അടൂർ സിനിമാ കോട്ടയില്ല, സിനിമയെന്ന് പറയുന്ന സംഭവമേ ഇല്ല. അടൂർ ഗോപാലകൃഷ്ണന്റെ വലിയ മഹാകാര്യം പറയുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ നാട്ടിൽ അടൂർ ഒരു തിയേറ്റർ ഇല്ല. അടൂർ പങ്കജം, അടൂർ ഭവാനി ഇവരൊക്കെ അവിടെ ഉണ്ട്. അടൂർ പ്രകാശ് ഒരു തിയേറ്റർ എന്റെ നാട്ടിലില്ല. ചിന്തിച്ചു നോക്കിക്കേ. ഞങ്ങളൊരു സിനിമ കാണണമെങ്കിൽ പത്തനംതിട്ടയോ പത്തനാപുരത്തോ പോകണം. ചിന്തിച്ചു നോക്ക്, എത്രമാത്രം അതം പതിച്ചിരിക്കുന്നു. പിന്നെ ഇവർ ഈ ആർട്ടിക്കിളുടെ ഇതൊക്കെ എടുത്തു. ആ പുള്ളിക്കാരി രതി നിർവേദം പറഞ്ഞ സിനിമ എടുത്തു. ആ സിനിമ പണ്ടേ വന്നതാ. നമ്മുടെ സുകുമാരൻ സാർ, സിനിമാ നടൻ സുകുമാരനെ ഇവർ ആട്ടി തേയിപ്പിച്ച് തോട്ടിക്കളഞ്ഞിട്ട് എന്ത് പറ്റി? ഇപ്പൊ സുകുമാരന്റെ മോന് ഫിലിമി വന്നപ്പോ അവനെ പിടിച്ചു വെച്ചു. അവനുമായിട്ട് ഇവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവനെ നൈസായിട്ട് ഇങ്ങ് എടുത്തു. നീ വാടാ മോനെ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്താ ചിന്തിക്കുന്ന വിചാരിച്ചാൽ ഈ പുരുഷ മേധാവിത്വം പറഞ്ഞ് ചില കോക്കോസുകളുടെ കയ്യിൽ വെച്ച് ഈ സിനിമാ സംഘടനയെ നശിപ്പിക്കാം. ഒരു ഇടവേള ബാബു എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു ഇതിന്റെ പണ്ടത്തെ പ്രസിഡന്റ്. അയാൾ ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മലയാളത്തിൽ പറ? അയാളുടെ ഏത് സിനിമയാണ് മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള? അയാൾ കുറച്ചുനാൾ ഇതിന്റെ പ്രസിഡന്റായിട്ടിരുന്നു, കുറച്ചുനാൾ മോഹൻലാലിരുന്നു. ഇവരൊക്കെ എന്ന് വെച്ചാൽ എന്നേ ഈ വയസ്സന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ സമയമായിന്നേ ഇവര് പോവില്ല.
കൊച്ചു പിള്ളേരെ ന്യൂ ജനറേഷനെ ഇത് കൊടുത്ത് ഈ സംഘടന മുന്നോട്ട് പോയപ്പോൾ ഇവരെ കൊണ്ട് മറ്റ് പല രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ പോകുന്നതിന് പകരം ഈ ചില കോക്കോസുകളെ ഈ സിനിമ ഫീൽഡ് നശിപ്പിക്കുക. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരു ഗവൺമെന്റ് ഇത്രയും ദിവസമായിട്ട് മനു ചിന്തിച്ച് ഇന്നത്തെ ഈ നമ്മുടെ ഈ മീറ്റിങ്ങിൽ എത്ര പെണ്ണുങ്ങൾ മനുവിനെ വിളിച്ചിട്ടുണ്ട് ഫോണിൽ കൂടെ? ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ശ്വേതാ മേനോന് സപ്പോർട്ട്? നമ്മുടെ നാട്ടിൽ എല്ലാ സ്ത്രീകൾക്കും ഫോണില്ലേ? ഒരു സ്ത്രീയെങ്കിലും വിളിച്ച് പറയണ്ടേ ഞാൻ എന്റെ സപ്പോർട്ട് ശ്വേതാ മേനോൻ അത് പറഞ്ഞിട്ടുണ്ടോ? ഇത് എന്റെ സീരിയലിൽ നടക്കുന്നത്. ഞാൻ പറയുന്നത് ശ്വേതാ മേനോനെ പോലെ ഒരു നടി, അവര് ബോംബെയിലൊക്കെ താമസിക്കുന്ന സ്ത്രീയാണ് ശ്വേതാ മേനോൻ. അവർ ഹസ്ബൻഡായിട്ട് ഇവിടെ താമസിക്കുന്നത്. അവർക്ക് ബോളിവുഡിനെ പറ്റിയൊക്കെ നല്ലതായിട്ട് അറിയാം, നല്ല കാഴ്ചപ്പാടുണ്ട്. അവരെ പോലുള്ള നല്ല കാഴ്ചപ്പാടുള്ള സ്ത്രീകള് കേരളത്തിൽ ഈ സംഘടനയിലേക്ക് വന്നാൽ ഈ സംഘടനയ്ക്ക് ഒരു വളർച്ച ഉണ്ടാവും. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഈ ആൾത്തു പാൽത്തു ഉടായ്പകളെയൊക്കെ എടുത്ത് തോട്ടിക്കളയാനും പറ്റും. അതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ അതാണ് കമന്റർ മാത്യുവിന്റെ പ്രതികരണം. അപ്പോൾ ഏതായാലും ഒരു സ്ത്രീ വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ജയചേച്ചി ഇവിടെ നിൽപ്പുണ്ട്. ശ്രീമതി ജയ കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. അപ്പോൾ ഒരു വലിയ പ്രതികരണം ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ, സ്ത്രീകളാരും പറയുന്നില്ലെന്ന്. ഇപ്പോൾ ശ്വേതാ മേനോൻ എന്തുകൊണ്ടാണ് സ്ത്രീകൾ പിന്തുണ കൊടുക്കാത്തത്? ശ്രീമതി ജയ. മനു, ഗുഡ് ആഫ്റ്റർനൂൺ മനു. ഗുഡ് ഈവനിങ്. എന്തുണ്ട്? ഗുഡ് ഈവനിങ്. സോറി മനു, ഞാൻ കുറച്ച് 4 മണി മുതൽ വിളിക്കുകയാണ് ഇതിന് ഒരു അഭിപ്രായം പറയാനായിട്ട്. എനിക്ക് കിട്ടുന്നില്ല. ഇന്നലെയും വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് 2 പേർക്കും. അത് നമ്മുടെ സ്ത്രീകൾ പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ അനഘ എനിക്ക് മെസ്സേജ് അയച്ചു, അവർക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല. സ്ത്രീകൾക്ക് പ്രതികരിക്കാനൊക്കെ വലിയ താല്പര്യമുണ്ട്, പക്ഷെ പലർക്കും കിട്ടുന്നില്ല അല്ലേ? ഇന്നലെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് കംപ്ലീറ്റ് ടൈമിലും 1 അവറും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാനിത് ശ്വേതാ മേനോന് സപ്പോർട്ടാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു സ്ത്രീകളെങ്കിലും വിളിച്ച് ഒരു സപ്പോർട്ട് പറഞ്ഞോന്ന്. കിട്ടിയാലല്ലേ നമുക്ക് സപ്പോർട്ട് പറയാൻ പറ്റുള്ളൂ. ഒരു സ്ത്രീ അമ്മയിൽ വന്നാൽ എന്താ പ്രശ്നം? എന്താ അമ്മയുടെ പ്രസിഡന്റായ എന്താ പ്രശ്നം? സ്ത്രീകളല്ലേ വീട് നോക്കുന്നത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്ത് ഭംഗിയായിട്ട് ഇന്ത്യ ഭരിച്ചു. അവര് സ്ത്രീ അല്ലായിരുന്നോ? അപ്പൊ ഇതൊക്കെ ഒരു തരം കാപട്യമാണ് മനു. ഏതോ പെണ്ണുങ്ങളെ പുറകിലോട്ട് അടിക്കാൻ ചെയ്യുന്ന ഒരു പണിയാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡിന് വിളിച്ചോണ്ടിരിക്കുക, പുള്ളി ദേവന് സപ്പോർട്ട് പറയണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിപ്പം മനുവിനെ വിളിച്ചു പറയും ഞങ്ങൾ 2 പേരും ശ്വേതാ മേനോനാണ് സപ്പോർട്ടെന്ന്. പക്ഷെ 100% ഞാൻ സപ്പോർട്ടാണ് കേട്ടോ. ശ്വേതാ മേനോൻ തന്നെ പ്രസിഡന്റ്. അപ്പൊ ഭർത്താവ് BJP കാരനായതുകൊണ്ട് ദേവന് ഒരു BJP അനുഭാവം ഉള്ളതുകൊണ്ടും ദേവനെ സപ്പോർട്ട് ചെയ്തല്ലോ. ആരണ്ടൊക്കെ വിളിക്കും പറഞ്ഞു, ചേടാ ഇത് വിളിക്കണമല്ലോ, ഇത് വിളിക്കേണ്ടുന്ന കേസാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇരുന്ന് കുത്തുന്നുണ്ട്. പക്ഷെ കിട്ടിയില്ല. ഓക്കെ, താങ്ക് യു. ഏതായാലും ഒരു സ്ത്രീ വിളിച്ച് പിന്തുണ പ്രഖ്യാപിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ പിന്തുണ കിട്ടി. അപ്പോൾ ഓക്കെ, ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീനിവാസൻ. ഹലോ. നമസ്കാരം. നമസ്കാരം. ഇതിലിപ്പോ ഈ മോഹൻലാലിനും മമ്മൂട്ടിക്കും പറ്റാത്ത കേസുകളൊക്കെ ഈ ശ്വേതാമാനെ കൊണ്ട് പറ്റുമോ കൊണ്ട് നടക്കാൻ? നടക്കില്ല എന്നാണ് പറയുന്നത്. നോക്കട്ടെ, അവര് വന്നിരിക്കല്ലേ, ജനാധിപത്യ രീതിയിൽ അവർ തെരഞ്ഞെടുക്കപ്പെട്ടെ. അപ്പൊ നോക്കാം, നമുക്ക് കാണാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവർക്ക് ഇതില് കേസുള്ള ബാബുരാജ് കേസുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാബുരാജനെ മാറ്റി നിർത്തി അലമ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഈ ശ്വേതാമേനോൻ കേസുകളൊക്കെ നിലയ്ക്ക് അവർക്ക് ഇത് നിൽക്കാനായിട്ട് ധാരണ ഉണ്ടാവുമോ? അല്ല, കോടതി ഇപ്പൊ മാറ്റിയല്ലോ, അവരെ തുടർ നടപടി സ്റ്റേ ചെയ്തല്ലോ. ആയോട്ടെ, ലക്ഷങ്ങൾ കൊടുത്തിട്ടല്ലേ? ലക്ഷങ്ങൾ കൊടുത്തിട്ട് ലക്ഷങ്ങളല്ലല്ല, അത് വക്കീലിന് പൈസ കൊടുത്തിട്ടുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ ഹൈക്കോടതിയുടെ ഉത്തരവ് നമ്മൾ തൽക്കാലം അത് അംഗീകരിക്കലേ നിർവാഹമുള്ളൂ. തൽക്കാലം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ എല്ലാവർക്കും ഈ കേസ് നിലനിൽക്കുമ്പോൾ ഇത് മത്സരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ അഭിപ്രായത്തിൽ. കാരണം എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ദേവൻ വരണം എന്നാണ് എന്റെ അഭിപ്രായത്തിൽ. ശ്രീനിവാസൻ ഒരു ദേവൻ ഫാൻ ആണല്ലേ? അല്ല, ദേവൻ ഫാനൊന്നല്ല, അവർക്ക് ദേവനെയാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? അത് ഇഷ്ടപ്പെടുന്നത് തെറ്റൊന്നുമില്ല. ദേവന്റെ സിനിമകളാണോ കാണുന്നത് കൂടുതലും? അല്ല, കൂടുതലല്ല. അത് ഇപ്പോഴത്തെ ആ ഒരു കന്യാദാനം സീരിയലൊക്കെ കണ്ടാൽ തന്നെ അയാളോട് നല്ലൊരു മതിപ്പ് തോന്നിക്കുന്നു. കാണാറുണ്ടോ? മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ആള് വരുന്നാണ് നമ്മളെ അഭിപ്രായം. ഓക്കെ. അപ്പം അനഘ എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല പാവത്തിന്. അപ്പോൾ എന്തായാലും മെസ്സേജായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഷിജു ജയിച്ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നപ്പോൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ തിരിച്ചു വന്നതിൽ സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ അടൂർ ബാസി അടൂരിൽ തിയേറ്റർ ഇല്ല എന്ന് പറഞ്ഞതിനെതിരെ ഒരു ഇത് വന്നു. പറഞ്ഞതിനോട് അനുബന്ധമായി അടൂർ ബാസി സ്റ്റാർട്ടഡ് ടു ബിൽഡ് the biggest theatre in Adur, but before its completion he passed away. Still incomplete structure is here. അപ്പോൾ നമ്മുടെ കമാൻഡർ മാത്യു പറഞ്ഞതിനെ പറ്റി ഒരാൾ പറയുകയാണ്, ഷിജു പറയുകയാണ്, അവിടെ ഒരു തിയേറ്റർ കെട്ടാൻ ശ്രമിച്ചു അടൂർ ബാസി, പക്ഷേ അടൂർ ബാസിക്ക് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അനഘ ഓക്കെ, അപ്പോൾ അനഘ പറയുന്ന യൂട്യൂബ് ഓപ്ഷൻ ഒരു നല്ലതാണ്. കാരണം ഇപ്പോൾ കോൾ കിട്ടാത്തവർക്കൊക്കെ പ്രതികരിക്കാമെന്ന് പറയുന്നത്. ഞാൻ ജെൻഡർ ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നു. ഇപ്പോൾ എല്ലാവരും വിളിച്ചവർ ബെറ്റർ ആണ്. സോ ഇതൊക്കെ ഇപ്പോൾ സൈഡ് ലൈൻ, അപ്പോൾ ഇവർ സൈഡ് ലൈൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ശ്വേത മേനോൻ. ഓക്കെ, നോക്കാം. അപ്പോൾ ഏതായാലും അനഘ യൂട്യൂബിൽ പ്രതികരിക്കുന്നു ഫോൺ കിട്ടാത്തതുകൊണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു കേസ് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് മുഹമ്മദ് ആരിഫ് എന്നോട് പറയുന്നു. ഷാജി എന്നോടൊപ്പം ചേർന്ന് പത്തനംതിട്ടെന്ന്. ഷാജി, സമയം കഴിയാറായി കേട്ടോ. ലാസ്റ്റ്. ഓക്കെ സാറേ, നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കണമെന്നാണ് എനിക്ക് അറിയാനുള്ളത്. കാരണം അമ്മ എന്ന് പറയുന്നത് സ്ത്രീയാണല്ലോ. അപ്പൊ സേവാമേനോൻ പ്രസിഡന്റ് ആയില്ലോ എന്നുള്ളതല്ല, അതിനകത്ത് തന്നെയുള്ള ഏതെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഒരു പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. പിന്നെ കൂടുതലും ഈ സിനിമയിൽ രാഷ്ട്രീയം ഈ തമ്മിലടിക്കുന്ന പോലെ ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ സാന്ദ്ര തോമസ് മത്സരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷയമൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞിട്ട് എന്തായാലും ഒരു 50% സ്ത്രീകൾക്ക് കൊടുക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ബസ്. അപ്പോൾ ഞങ്ങൾ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ശ്വേതാ മേനോനെതിരെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ വലിയ ഒരു വിഭാഗം ആളുകൾ, ഏതാണ്ട് 80% പേര് ശ്വേതാ മേനോനെതിരെ ഗൂഢാലോചനയായിരിക്കാം ഈ കേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന ഒരു പ്രതികരണമാണ് നടത്തിയത്. അപ്പോൾ 85% അങ്ങനെയാണോ? 15% അങ്ങനെയല്ല, അതിൽ ചില വസ്തുതകളുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ പൊതുവേദി വിഷയം വളരെ ഗൗരവത്തിൽ എടുത്തിരിക്കുന്നത്. ഏതായാലും ഇവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം, ശക്തമായ പോരാട്ടങ്ങൾക്ക് സ്ത്രീകൾ രംഗത്ത് വരുന്നു. അവരെ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഇതുപോലെയൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഒക്കെയും അവർക്കത് പൊരുതാനുള്ളൊരു കരുത്തുണ്ട് എന്ന് പ്രകടമാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പൊതുവേദിയിലും സ്ത്രീകൾക്ക് ചിലർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവർക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അവസരം കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.